പ്രിയപ്പെട്ടവരെ, കായംകുളം എം കോളേജ് മലയാളം ബിരുദാനന്തര ബിരുദ വിഭാഗം സംഘടിപ്പിക്കുന്ന ഈ വെബിനാറിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ കിട്ടിയ അവസരം വളരെ സന്തോഷകരമാണ്. വല്ലാത്തൊരു കാലത്തുകൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ഒരു അവസ്ഥയിൽ, ഈ ദുരന്തത്തിന്റെ ഒരു സ്ഥിതിയിൽ പരസ്പരം കാണാനോ തൊടാനോ ഒന്നും കഴിയാതെ കൂട്ടിലടയ്ക്കപ്പെട്ട പോലെ കഴിഞ്ഞുകൂടുന്ന മനുഷ്യർ അതിജീവനത്തിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ഓരോ മാധ്യമങ്ങളിലൂടെ പരസ്പരം അറിയാനും കാര്യങ്ങൾ പങ്കുവെക്കാനും സർഗാത്മകമായ ഇടപെടലുകൾ നടത്താനും ഒക്കെ ശ്രമിക്കുന്നത് വളരെ ശുഭകരമായ ഒന്നാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി സ്വാഗതം ചെയ്യാനുള്ളത് ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്ന മലയാള വിഭാഗം മേധാവിയായ ഡോക്ടർ ബീന ടീച്ചറിനെയാണ്. എപ്പോഴും പ്രചോദനമായും ഊർജമായും ഞങ്ങളുടെ മുൻപിലും പിൻപിലും ഒപ്പവും നടക്കുന്ന ടീച്ചറിന് ഔപചാരികതയുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുക. അടുത്തതായി ഉദ്ഘാടനം നിർവഹിക്കുന്ന നമ്മുടെ മുൻ പ്രിൻസിപ്പലും MSM സ്ഥാപനങ്ങളുടെ വിദ്യാഭ്യാസ സെക്രട്ടറിയുമായ ആമിന ടീച്ചറിനെയാണ് സ്വാഗതം ചെയ്യേണ്ടത്. ഇന്നലെ നടന്ന വെബിനാറിൽ ടീച്ചറിനെ പറ്റി അയൺ ലേഡി എന്ന് പരാമർശിക്കുന്നത് കേട്ടു. അതൊക്കെയാണ് ഉരുക്കുവരുത ആണെങ്കിൽ പോലും നമ്മുടെ മലയാള വിഭാഗത്തോടൊപ്പം നിന്നുകൊണ്ട് മലയാള വിഭാഗത്തിന്റെ പല പരിപാടികളും ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ പ്രിയങ്കരിയായി എപ്പോഴും നിൽക്കുന്ന ആമിന ടീച്ചറിനെ വളരെ സ്നേഹത്തോടു കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മുഖ്യ അതിഥിയായി നമുക്ക് ലഭിച്ചിട്ടുള്ളത് മംഗലാപുരം ആൾവാസ് കോളേജിലെ അധ്യാപകനായ ഡോക്ടർ ശ്രീനാരായണൻ സാറാണ്. അദ്ദേഹത്തെ നേരത്തെ തന്നെ നമ്മുടെ കോളേജിൽ കൊണ്ടുവരണമെന്നും ഇത്തരം പരിപാടികൾ പങ്കെടുപ്പിക്കണമെന്നും ഒക്കെ കുറച്ച് നാളുകളായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ അതിനുള്ള സാഹചര്യം ഇപ്പോൾ മാത്രമാണ് ലഭിച്ചത്. വിഷയം അവതരിപ്പിക്കാനായി അദ്ദേഹത്തെ ലഭിച്ചതിൽ ഞങ്ങളുടെ സന്തോഷം അറിയിക്കുകയാണ്. അദ്ദേഹത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ഡോക്ടർ ദീപ പരിചയപ്പെടുത്തുന്ന ചടങ്ങിൽ പറയുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ പറ്റി കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്തായാലും അദ്ദേഹത്തെ ഞങ്ങളുടെ ഈ ചടങ്ങിലേക്ക് വളരെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇനിയുള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പലാണ്. ടീച്ചർ എത്തിച്ചേർന്ന് തോന്നുന്നില്ല, എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വളരെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഡോക്ടർ ഗീതാകുമാരി ടീച്ചറിനെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ വൈസ് പ്രിൻസിപ്പലായ ഡോക്ടർ AM താഹ സാർ, അറബി വിഭാഗത്തിൻ്റെ അധ്യക്ഷൻ കൂടിയായ അദ്ദേഹം, മലയാള വിഭാഗത്തോട് വളരെ അടുപ്പം കാണിക്കുന്ന വളരെ സഹൃദയനും സരസനുമായ തഹ സാറിനെ ഈ പരിപാടിയിലേക്ക് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. IQAC കോർഡിനേറ്ററായ ഡോക്ടർ നീതു സുന്ദരേശ്, കെമിസ്ട്രി വിഭാഗത്തിൻ്റെ മേധാവി കൂടിയാണ്. ഡോക്ടർ നീതു നാക്കിൻ്റെ കാര്യങ്ങൾ ഭംഗിയായി കോർഡിനേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ മലയാളം വിഭാഗത്തെ പോലെയുള്ള നമ്മുടെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളോട്, പ്രത്യേകിച്ച് മലയാള വിഭാഗത്തോട് വളരെ പ്രിയത്തോടു കൂടി വളരെ അടുപ്പത്തോടു കൂടി പെരുമാറുന്നത് ഒരാളാണ്. ഡോക്ടർ നീതുവിനെയും ഞങ്ങളുടെ ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഇനി ഉള്ളത് ഈ വെബിനാറിൻ്റെ ഏകോപനം നടത്തുന്ന ഡോക്ടർ ദീപ കെ ഗോപാലാണ്. ദീപയാണ് മുഖ്യാതിഥിയെ പരിചയപ്പെടുത്തുന്നത്. മലയാള വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആണ് ദീപ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകയെ ഈ പരിപാടിയിലേക്ക് ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ചെയ്യും. ഈ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കേണ്ട ശ്രീമാൻ ഉണ്ണികൃഷ്ണൻ പൂഴിക്കാട്, കവിയും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനുമായ ഉണ്ണിസാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മറ്റു കോളേജുകളിൽ നിന്ന്
ഇവിടെ വന്നു ചേർന്ന് ഞങ്ങളുടെ ഈ പരിപാടിക്ക് സാക്ഷിയായിക്കൊണ്ട് ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ അധ്യാപകരെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ കോളേജിലെ മറ്റധ്യാപകർ എല്ലാ കാര്യത്തിലും നമ്മോടൊപ്പം നിന്ന് മലയാള വിഭാഗത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വളരെയധികം പ്രോത്സാഹനം തരുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും ഇതിലേക്ക്, ഈ ചടങ്ങിലേക്ക് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ മറ്റ് കോളേജുകളിൽ നിന്ന് വന്നിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ നമ്മുടെ കോളേജിലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലെ വിദ്യാർത്ഥികളുണ്ട്, ഞങ്ങളുടെ മലയാള വിഭാഗത്തിലെ വിദ്യാർത്ഥികളുണ്ട്. എല്ലാവരും ഈ വിഷയം, അദ്ദേഹം അവതരിപ്പിക്കുന്ന ഈ പ്രബന്ധം വളരെയധികം പ്രയോജനപ്പെടും എന്ന് കരുതുന്നു. നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ പറയേണ്ട കാര്യമില്ല, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ മറ്റ് അധ്യാപകരെ എല്ലാവരെയും, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒപ്പം ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന സാഹിത്യ തൽപരരായ മറ്റുള്ള പലരുമുണ്ട്, ഗവേഷണ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പലരുമുണ്ട്. അവരെ ഓരോരുത്തരെയായിട്ട് പറയാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴില്ല. അതുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ കർത്തവ്യത്തിൽ നിന്ന് പിന്മാറുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി ലൈല ടീച്ചർ. അടുത്തായി അധ്യക്ഷ പ്രസംഗത്തിനായി മലയാള വിഭാഗത്തിന്റെ മേധാവിയായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ദീന ടീച്ചറിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ബഹുമാന്യനായ ശ്രീനാരായണൻ സർ, എൻ്റെ ഇന്നത്തെ ഈ വെബിനാറിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള ഡോക്ടർ ദീപ കെ ഗോപാൽ, നമ്മുടെ പ്രിയങ്കരിയായ ഉദ്ഘാടക ഡോക്ടർ സാമിന, പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ ഗീതാ കുമാരി, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് താഹ, നമ്മുടെ കോളേജിലെ മറ്റ് ഡിപ്പാർട്ട്മെന്റ് അധ്യാപകരെ, വിദ്യാർത്ഥികളെ, നമ്മുടെ സ്വന്തം ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികളെ, പൂർവ്വ വിദ്യാർത്ഥികളെ, ഇതര കോളേജുകളിലെയും അധ്യാപകരുടെ വിദ്യാർത്ഥികളെ, ഗവേഷണ ഉദ്യോഗികളെ, സഹൃദയരെ, എല്ലാവർക്കും നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിനുള്ള സമയം ഒന്നുമില്ല. 2:30 തന്നെ നമുക്ക് പരിപാടി തുടങ്ങാൻ, സാറിന്റെ ക്ലാസ് കേൾക്കാൻ എല്ലാവരും ഉത്സുകരാണ്. സ്വാഗത പ്രാസംഗിക പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ സാറിനെ നമ്മൾ നേരത്തെ മുതൽ തന്നെ ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ കോളേജിൽ കൊണ്ടുവരണം എന്ന്. സാറിനെ അവിടെ നിന്ന് ഇവിടെ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട് പലപ്പോഴും വന്നിരുന്നു. അതിന് പറ്റിയ സാഹചര്യം വരുമ്പോൾ അദ്ദേഹം എത്തിക്കോളാൻ നേരത്തെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. ഞാനും സാറും തമ്മിൽ വളരെ നാളത്തെ പരിചയമുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം എന്റെ പൂർവ്വ മുൻഗാമി എന്ന് പറയാം. ബിഷമൂർ കോളേജിൽ പഠിക്കുമ്പോൾ എന്റെ ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനത്താണ് ഞാൻ കണ്ടിട്ടുള്ളത്. അദ്ദേഹം അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുമ്പോൾ ദീപ അത് കൂടുതലായിട്ട് കാര്യങ്ങൾ പറയും. എങ്കിലും സാറിന്റെ ഈ ഒരു ക്ലാസ് കിട്ടാൻ വേണ്ടി വളരെ നാൾ ഞങ്ങൾ കാത്തിരുന്നതാണ്. ജൂൺ മാസം തന്നെ കോളേജിൽ സംഘടിപ്പിക്കാൻ ഇരുന്നതായിരുന്നു. അപ്പോഴാണ് നമുക്ക് ഈ ഒരു അവസ്ഥ, കോവിഡിന്റെ ഒരു കാലഘട്ടം എത്തിച്ചേർന്നത്. വളരെ സ്നേഹത്തോടു കൂടിയാണ് സാറ് ഞാനാണ് സാറിനെ ആദ്യം വിളിക്കുന്നത് തന്നെ. പറയുമ്പോൾ വളരെ സ്നേഹത്തോടു കൂടി തന്നെ സാറ് സ്വീകരിക്കുകയുണ്ടായി. അതുകൊണ്ട് സാറിന്റെ തൊട്ട് താഴെ പഠിച്ച ഒരു വിദ്യാർത്ഥി നിലയിലുള്ള എന്റെ ഒരു കടപ്പാട്, സ്നേഹം ഞാൻ സാറിന് ഈ അവസരം അറിയിക്കുകയാണ്. മെമ്മോറിയൽ വെബിനാറിന്റെ ഉദ്ഘാടനം നടന്നത് അജിത് പ്രഭു സാറിന്റെ ആയിട്ടുള്ള പിന്നെ നമ്മുടെ ഒരു ക്ലാസ് തന്നെയായിരുന്നു ഇന്നലെ നടന്നത്. അദ്ദേഹത്തിന്റെ ഈ ക്ലാസ് നമുക്കെല്ലാം വളരെയധികം ഊർജം തന്നിട്ടുണ്ട്. ആ സീരീസിലുള്ള വിവര സാങ്കേതിക വിദ്യയുടെ ഈ വിപുലമായ ശൃംഖലയിലൂടെയുള്ള പ്രബന്ധ അവതരണം എന്ന് പറയുന്ന ഇന്നത്തെ ഏറ്റവും നവീനമായ മാധ്യമത്തിലൂടെയുള്ള ഈ ഒരു സംരംഭം, അത് വളരെ കാര്യക്ഷമമായിട്ടും ഭംഗിയായിട്ടും നിർവഹിക്കാൻ നമുക്ക് സാധിക്കും. അത് ഉദ്ഘാടനം ചെയ്തെന്ന് നമ്മുടെ പ്രിയങ്കരനായിരുന്ന മാനേജറാണ്. അദ്ദേഹത്തിനോടുള്ള കടപ്പാട് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം ഇന്നലെ ഉദ്ഘാടനം ചെയ്ത പ്രബന്ധ അവതരണ പരമ്പരയിലെ
യഥാർത്ഥത്തിൽ ആദ്യത്തെ പരമ്പര എന്ന് പറയാവുന്നത് MSM കോളേജ് മലയാള വിഭാഗത്തിൻ്റെത് കൂടിയാണെന്നുള്ളത് അഭിമാനത്തോടെ ഞാൻ പറയുന്നു. എല്ലാ ഡിപ്പാർട്ട്മെന്റുകാരുടെയും എപ്പോഴും സഹകരണവും സ്നേഹവുമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് മലയാള വിഭാഗം. അതുകൊണ്ട് തന്നെ ആ സൗഹൃദം, ആ സ്നേഹവും ഒക്കെ തരുന്നതിന് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ സാങ്കേതിക വിദ്യയിലൂടെയുള്ള ഈ പരമ്പര, ഈ ക്ലാസിന്റെ ഉദ്ഘാടനം തന്നെ പറയാം നമുക്ക്. യഥാർത്ഥത്തില് ആ തരത്തിലുള്ള ഈ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള അത്യധികമായ സന്തോഷം മലയാള വിഭാഗത്തിന്റെ മേധാവി എന്ന നിലയിൽ ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരെയും, IQAC കോർഡിനേറ്ററെ പ്രത്യേകിച്ച് എതിർത്ത് വഹിക്കുന്ന ഡോക്ടർ അനിൽകുമാറിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു, സ്നേഹം അറിയിക്കുന്നു. ഞങ്ങളുടെ പ്രിൻസിപ്പലിനോടും വൈസ് പ്രിൻസിപ്പലിനോടുള്ള കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് സമയം സംസാരിക്കാനുണ്ട്, പക്ഷേ എങ്കിൽ പോലും അതിനുള്ള സമയമല്ല എന്നും നല്ല ബോധമുള്ളത് കൊണ്ട് തന്നെ ഞാൻ തൽക്കാലം വിരമിക്കുകയാണ്. എല്ലാ ക്ലാസ്സുകളും സാറിന്റെ കൃത്യമായ ക്ലാസ്സുകൾ കേൾക്കുകയും അത് എല്ലാ കുട്ടികൾക്കും പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആനന്ദ് ടീച്ചറാണ് അടുത്തതായി ഉദ്ഘാടനം നടത്തുന്നത്. കോളേജിന്റെ എഡ്യൂക്കേഷൻ സെക്രട്ടറി കൂടിയായ, മുൻ പ്രിൻസിപ്പൽ കൂടിയായ, ഞങ്ങളുടെ എല്ലാമായ ഡോക്ടർ എസ് ആമിന ടീച്ചറാണ്. ആമിന ടീച്ചറിനെ ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കാനായി ക്ഷണിക്കുന്നു. ടീച്ചർ. ആമിന ടീച്ചർ കേൾക്കാമോ? കേക്കാം ദീപേ. ടീച്ചർ ഹലോ. ടീച്ചർ പറഞ്ഞു, കേൾക്കാം. ദീപ. കേൾക്കാം ടീച്ചർ, പറഞ്ഞു. ടീച്ചർ. ഏറെ ബഹുമാന്യയായ വകുപ്പ് അധ്യക്ഷ ഡോക്ടർ MK ബീന, ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി ശ്രീനാരായണൻ സാറ്, ഞങ്ങളുടെ പ്രിയങ്കരിയായ പ്രിൻസിപ്പൽ ഡോക്ടർ ഗീതാകുമാരി, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ താഹ സാറ്, IQAC കോർഡിനേറ്റർ നീതു ടീച്ചർ, പിന്നെ MSM കോളേജിൻ്റെ ഏറ്റവും കൂടുതൽ മധുരം ഞങ്ങളെ നുണയിക്കുന്ന പ്രിയ മലയാള വിഭാഗം അധ്യാപകരെ, ഈ ശ്രേണിയുടെ കോർഡിനേറ്ററായ ബീന ടീച്ചർ, ദീപ ടീച്ചർ, പ്രിയമുള്ളവരെ, പുറത്തുനിന്നും വന്ന ഈ ശ്രേണിയിൽ പങ്കെടുക്കാൻ വന്ന മറ്റു കോളേജിലെ അധ്യാപകരെ, എൻ്റെ കുഞ്ഞുങ്ങളെ, ഇന്ന് MSM കോളേജിൻ്റെ ആദ്യമായി മധുരം നുണയിക്കുന്നത് മലയാളത്തിൻ്റെ ഈ ശ്രേണി കൂടിയാണ്. അതുകൊണ്ട് ആദ്യമായി തന്നെ ഞങ്ങളുടെ ഗവേണിംഗ് ബോഡി ചെയർമാനായ അൽഹാജ് PA ഹിലാൽ ബാബു സാറ് ഏറ്റവും കൂടുതൽ നന്ദി അറിയിക്കണമെന്ന് ശ്രീനാരായണൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ടീച്ചേഴ്സിനും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നല്ലൊരു മധുരം സാറ് കൊടുത്തതിൻ്റെ പ്രത്യേക നന്ദി സാറിനെ അറിയിക്കാനായിട്ട് ഞങ്ങളുടെ ഗവേണിംഗ് ബോഡി ചെയർമാൻ പറഞ്ഞു. സാറിനോട് ഹൃദയംഗമായ നന്ദി ഞാനും ഞങ്ങളുടെ കോളേജും ഞങ്ങളുടെ ഗവേണിംഗ് ബോഡി ചെയർമാനും കൂടി സാറിനെ അറിയിക്കുന്നു. സാർ കേൾക്കാമല്ലോ? ഹലോ, കേൾക്കാമല്ലോ? ഹലോ ഹലോ. ഈ ഏറ്റവും നമ്മള് സങ്കട മഴക്കെടുതിയുടെയൊക്കെ സന്ദർഭത്തില് നമ്മളുടെ കുഞ്ഞുങ്ങളെ അരങ്ങും സാഹിത്യവും ഒക്കെ ചേർത്തുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യാനായി മലയാളം വിഭാഗം ഇങ്ങനെ ഒരു ശ്രേണി ഒരുക്കിയത് MSM കോളേജിനൊരു അഭിമാനം തന്നെയാണ്. ഈ ശ്രേണി ഇനിയും മുന്നോട്ട് ഒരുപാട് യാത്രകൾ ചെയ്ത് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയും അതോടൊപ്പം തന്നെ ഇതിനകത്ത് പങ്കാളികളായിരിക്കുന്ന എല്ലാ അധ്യാപകർക്കും കരുത്തും സന്തോഷവും നൽകട്ടെ എന്നും, ശ്രേണിയിലൂടെ നമ്മുടെ PGയിലെ കുട്ടികൾക്കും മറ്റുള്ളവർക്കും എല്ലാം പുതിയ പുതിയ സംരംഭങ്ങൾ തുറക്കട്ടെ എന്നും, ശ്രീനാരായണൻ സാറിൻ്റെ അവതരണത്തിലൂടെ എങ്ങനെയാണ്
തുള്ളൽ സാഹിത്യത്തിലൂടെ വരികയും മറ്റുള്ള നമുക്കുള്ള ബുദ്ധിമുട്ടുകളും സന്തോഷങ്ങളും പ്രയാസങ്ങളും മറ്റുള്ളവരെ കൊള്ളിക്കാതെ സന്തോഷത്തോടും തമാശയിലോടും ഒക്കെ അവരെ അറിയിക്കാൻ, നെഞ്ചോട് ചേർത്തുകൊണ്ട് അറിയിക്കാൻ ഒരു അവസരം ഉണ്ടാകുന്നതിൽ വളരെ സന്തോഷമാണ്. ഇങ്ങനെയുള്ള ഒരു ശ്രേണി ഇനിയും നല്ല കഴിയുമ്പോഴത്തേക്ക് നല്ല നല്ല മധുര ഫലങ്ങൾ തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ടീച്ചർ, ടീച്ചറുടെ നല്ല വാക്കുകൾക്ക് നന്ദി. അടുത്തതായി നമ്മൾക്ക് വേണ്ടി ആശംസ അറിയിക്കുക, സാന്നിധ്യം കൊണ്ട് നമ്മളെ സമ്പന്നരാക്കിയ ഗീത ടീച്ചറാണ് ആശംസ അറിയിക്കേണ്ടത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഗീതാകുമാരി ടീച്ചർ. ചില സാങ്കേതിക കാരണങ്ങളാൽ ടീച്ചറിന്റെ ചില അത്യാവശ്യ കാര്യങ്ങളാൽ ടീച്ചറിന് ഇടയ്ക്ക് മാത്രമേ പങ്കെടുക്കാൻ കഴിയുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. ടീച്ചർ എത്തിയിട്ടുണ്ടോ? ഗീത ടീച്ചർ? ഗീത ടീച്ചർ എത്തിയാൽ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോളേജിന്റെ ആരെയാ വിളിച്ചേ ടീച്ചർ? ഗീത ടീച്ചറിനെ വിളിച്ചേ. അതേപോലെ കോളേജിന്റെ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് താഹ സാറും എത്തിയിട്ടുണ്ട്. സാറിനെ ഞാൻ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു രണ്ടു വാക്ക് സംസാരിക്കാനായി. സാർ കേൾക്കാം? സർവാദരണീയരായ ഡോക്ടർ ബീന മാഡം, ഡോക്ടർ എസ് ആമിന മാഡം, കോർഡിനേറ്റർ ഡോക്ടർ നീതു സുന്ദരേശൻ, നമ്മുടെ ഇന്നത്തെ ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപക സുഹൃത്തുക്കളായ ഡോക്ടർ ലേഖ എസ് ബാബു, ഡോക്ടർ ദീപ, ശ്രീ ഉണ്ണികൃഷ്ണൻ സി. ഇന്ന് നമുക്ക് ഒരു നല്ലൊരു തുള്ളൽ അരങ്ങും സാഹിത്യവും എന്ന വിഷയം അവതരിപ്പിക്കുന്ന ബഹുമാന്യനായ ഡോക്ടർ നാരായണൻ സർ, ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന മാന്യ സുഹൃത്തുക്കളെ, ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മലയാളം അരയും തലയും മുറിക്കിയാൽ, മലയാളം അരയും തലയും മുറുക്കി തുള്ളിയാൽ MSN കോളേജിന്റെ അക്കാഡമിക് നഭോമണ്ഡലത്തിൽ ഗവേഷണത്തിന്റെ സാന്നിധ്യം അറിയിക്കുന്ന കാർത്തിക നക്ഷത്രങ്ങളെ വിരിയിക്കുവാനും പ്രതീക്ഷയുടെ പൊൻതാരകങ്ങളെ കാണിക്കുവാനും ബീന ടീച്ചറുടെ നേതൃത്വത്തിലുള്ള അക്കാഡമിക് വിങ്ങിന് സാധിക്കും. അതിന് സാധിക്കട്ടെ. പ്രത്യാശയുടെ പൊൻകിരണങ്ങളും പ്രതീക്ഷയുടെ പൊൻതാരകങ്ങളും വിരിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഏറെ അഭിമാനത്തോടെ എന്നും MSN കുടുംബം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അതിൽ ഒരാളായി, ഒരു അംഗമായിട്ട് ഈ ഉള്ളവനും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. എല്ലാ ഗവേഷണത്തിന്റെ ഒരു സെന്ററായി നമ്മുടെ സെന്ററുകൾ മാറ്റുന്നതിന്, മലയാളം ഡിപ്പാർട്ട്മെന്റ് മാറ്റുന്നതിന് ഈ വെബിനാറുകൾ ഉപകരിക്കട്ടെ. ഏറെ പ്രതീക്ഷയോടെയും പ്രത്യാശയോടെയും ആശംസകളോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി താഹ സാർ. സാറിന്റെ വാക്കുകൾ അനുഗ്രഹ വർഷങ്ങളായി തന്നെ നിലനിൽക്കട്ടെ. ഒരുപാട് നന്ദി. അടുത്തതായി കോളേജിന്റെ IQAC കോർഡിനേറ്ററായ ഡോക്ടർ നീതു സുന്ദരേശനാണ് ടീച്ചറാണ്. IQACയുടെ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിച്ചുകൊണ്ട് ഒരേ രീതിയിൽ എല്ലാ കാര്യങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പോകാൻ ടീച്ചറിന് കഴിയുന്നുണ്ട്. ആ ടീച്ചറിനെ സ്നേഹപൂർവ്വം ഇതിലേക്ക് രണ്ട് വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുന്നു. നീതു ടീച്ചർ കേൾക്കാമോ ടീച്ചറെ? കേൾക്കാം ടീച്ചറെ. കേൾക്കാമോ? കേൾക്കാം ടീച്ചറെ, കേൾക്കാം. ഓക്കെ. ബഹുമാനപ്പെട്ട ആമിന ടീച്ചർ,
പ്രിൻസിപ്പൽ, ബീന ടീച്ചർ, നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥിയായ ശ്രീനാരായണൻ സർ, നമ്മുടെ ലേഖ ടീച്ചർ, ദീപ ടീച്ചർ, ശ്രീജ ടീച്ചർ, ഉണ്ണികൃഷ്ണൻ സാറ്, താഹ സാറ്, നമ്മുടെ മറ്റു കോളേജിൽ നിന്നെല്ലാം എത്തിയിട്ടുള്ള അധ്യാപകര്, റിസർച്ച് സ്കോളേഴ്സ്, സ്റ്റുഡൻസ്, നേരെ സന്തോഷമുള്ളൊരു ദിവസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഒന്നാമത്തെ കാരണം മലയാളം ഡിപ്പാർട്ട്മെന്റ് ആണ്. മലയാളം ഡിപ്പാർട്ട്മെന്റിനോട് എനിക്ക് വല്ലാത്തൊരു ആത്മബന്ധമാണ് ഉള്ളത്. അതിൽ ഓരോ ടീച്ചേഴ്സിനോടും എനിക്ക് എൻ്റെ ഡിപ്പാർട്ട്മെന്റോ അല്ലെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലുള്ളതിനേക്കാളും ഒരു മാനസികമായ അടുപ്പം പണ്ട് മുതലേ ഈ ഡിപ്പാർട്ട്മെന്റിനോടുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ കോളേജിലെ തന്നെ ഒരു മാതൃകാ ഡിപ്പാർട്ട്മെന്റ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം അവരുടെ ഐക്യം ഒന്ന് കണ്ടു പഠിക്കേണ്ടത് തന്നെയാണ്. ഈ കോളേജിൽ നിന്ന് മാത്രമല്ല, മറ്റൊരു കോളേജിന് പോലും മാതൃകയാക്കാവുന്ന ഒരു ഐക്യതയാണ് അവർ തമ്മിലുള്ളത്. അവർ തമ്മിൽ സഹപ്രവർത്തകരല്ല, അതിലൊക്കെ ഉപരി അവര് സഹോദരങ്ങളാണോ മറ്റെന്തൊക്കെയോ ആണെന്ന് എനിക്ക് തന്നെ തോന്നിപ്പോകാറുണ്ട്. കാരണം അവരുടെ പ്രവർത്തന ഏകോപനം, അവരുടെ ഓരോ സംഘടിപ്പിക്കുന്ന ഓരോ പരിപാടികളിലും അത് റിഫ്ലക്റ്റ് ചെയ്യുകയും എന്നെ പലപ്പോഴും അവർ ക്ഷണിക്കാറുമുണ്ട്. ക്ഷണിക്കാതെ തന്നെയും അവരുടെ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്ന എനിക്ക് വളരെ ഒരു മാനസികമായ ഒരു ഊർജം തരാറുണ്ട്. അപ്പം അത് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു കോർഡിനേഷൻ കൊണ്ടുപോകുന്ന എല്ലാ അധ്യാപകരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. രണ്ടാമതായിട്ട് പറയാനുള്ളത്, പിന്നെ ഇതിനകത്തൊരു വെബിനാർ സീരീസ് സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ മലയാളം ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു തയ്യാറെടുപ്പ്, ടീച്ചറെ ഞങ്ങൾക്ക് ഇത് നടത്തണം അത് നടത്തണം, ഞാൻ അതൊക്കെ അങ്ങ് ഭയങ്കര ഒരു ഊർജമാണ് എനിക്ക് നൽകുന്നത്. ശരിക്കും പറഞ്ഞാൽ അത്ര ഐക്യതയോടുകൂടി എന്നോടൊപ്പം നിൽക്കുന്നു എന്ന് അവർ പറയാതെ എല്ലായ്പ്പോഴും പറയുന്ന ഈ ഡിപ്പാർട്ട്മെന്റിന് നല്ല നല്ല വെബിനാറുകളും പരിപാടികളും കുട്ടികൾക്കും അധ്യാപകർക്കും സമൂഹത്തിനും ഉപകരിക്കുന്ന പോലെ നടത്താൻ സാധിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഈ വെബിനാറുകളുടെ പ്രയോജനം അവരവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ നടത്തുന്നതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ അധികം സമയം ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരും ശ്രീനാരായണൻ സാറിനെ കേൾക്കാൻ കാതോർത്ത് നിൽക്കുകയായിരിക്കും. മലയാളം ഡിപ്പാർട്ട്മെന്റ് എത്രയും പെട്ടെന്ന് ഒരു റിസർച്ച് സെന്റർ കൂടെ ആകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്നുകൂടെ ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി നീതി ടീച്ചർ. ഇനി അടുത്തതായി ശ്രീനാരായണൻ സാറിനെ പരിചയപ്പെടുത്തുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. മലയാള വിഭാഗം അധ്യക്ഷ ഡോക്ടർ ബീന ടീച്ചർ, MSM എഡ്യൂക്കേഷണൽ സെക്രട്ടറി ഡോക്ടർ എസ് ആമിന ടീച്ചർ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഗീതാകുമാരി ടീച്ചർ, കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് താഹ സാർ, IQAC കോർഡിനേറ്റർ ഡോക്ടർ നീതു ടീച്ചർ, സ്വാഗതം പറഞ്ഞ ലേഖ ടീച്ചർ, ഉണ്ണി സാർ, മലയാള വിഭാഗത്തിലെ മറ്റ് അധ്യാപകർ, വെബിനാറിന്റെ സാങ്കേതിക സഹായം ചെയ്തു തരുന്ന അനുകുമാർ സാറിന്റെ നേതൃത്വത്തിലുള്ള ടീം അംഗങ്ങൾ, മറ്റ് കോളേജുകളിൽ നിന്നെത്തിയ അധ്യാപകർ, സുഹൃത്തുക്കൾ, ഗവേഷകർ, കുട്ടികൾ, MSM കോളേജിലെ അധ്യാപകർ, അനധ്യാപകർ, മറ്റു ഇതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ എന്നിവർക്ക് എല്ലാവർക്കുമായി ഞാൻ ഇന്ന് ശ്രീനാരായണ സാറിനെ പരിചയപ്പെടുത്തുകയാണ്. മംഗലാപുരം ആൽബാസ് കോളേജിലെ മലയാള വിഭാഗം പ്രൊഫസറാണ് ഡോക്ടർ ശ്രീനാരായണൻ സാർ. ഏറെ തിരക്കുള്ള ആളാണ്. ബീന ടീച്ചറും ലേഖ ടീച്ചറും ഒക്കെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങൾ മലയാള വിഭാഗത്തിന്റെ സെമിനാറിനായി സാറിനെ സമീപിച്ചിരുന്നതാണ്. കോളേജിൽ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും അത് നടക്കാതെ പോയി. എന്നാൽ അത് നടക്കാൻ ഒരു സാഹചര്യം ഒത്തുകിട്ടിയത് ഇപ്പോഴാണ്. ഈ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ, വെബിനാറിന്റെ സഹായത്തോടെ സാറിന് യാത്ര ചെയ്യാതെ തന്നെ വീട്ടിലിരുന്നുകൊണ്ട് ഞങ്ങൾക്കായി ക്ലാസ് എടുത്തു തരാൻ കഴിയുന്നു. ഇത് ഞങ്ങളുടെ ഒരു ഭാഗ്യമായി കരുതുന്നു. അൽഹാജ് പി കെ കുഞ്ഞു സാഹിബ് സ്മാരക വെബിനാർ പരമ്പരയുടെ ഭാഗമായി മലയാള വിഭാഗം നടത്തുന്ന ആദ്യത്തെ വെബിനാർ കൂടിയാണിത്. അതിൽ
ഞങ്ങൾക്ക് സാറിനെ ലഭിച്ചതിൽ ഉള്ള അതിയായ സന്തോഷവും നന്ദിയും ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും പ്രയോജനപ്രദമായ, പ്രത്യേകിച്ച് സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായി എടുത്തിട്ടുള്ളവർ, മലയാളം മെയിൻ എടുത്ത കുട്ടികൾ, ഇവർക്കെല്ലാം തന്നെ പ്രയോജനപ്രദമായൊരു വിഷയമാണ് സാർ ഇന്ന് നമുക്കായി അവതരിപ്പിക്കുന്നത്. തുള്ളൽ, അരങ്ങും സാഹിത്യവും എന്നാണ് വിഷയത്തിന്റെ പേര്. ആ വിഷയം അവതരിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ആളെ തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സാറിന്റെ സ്ഥലം ഏവൂരാണ്. ഏവൂർ എന്ന ആ സ്ഥലത്തെ പറ്റി നമുക്കെല്ലാം അറിയാം. കഥകളി, തുള്ളൽ തുടങ്ങിയ കലാരൂപങ്ങളുടെ, ദൃശ്യകലകളുടെ നാടാണ് ഏവൂർ. ഏവൂരും പരിസര പ്രദേശങ്ങളും. കലാമണ്ഡലത്തിന്റെ ഒരു ഉപകേന്ദ്രവും ഏവൂർ ക്ഷേത്രത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട്. ക്ഷേത്രകലകളുടെ നാടായ ഏവൂര് ജനിച്ചത് കൊണ്ടാവാം ഇത്രത്തോളം ഈ കലകൾ സാറ് നെഞ്ചിലേറ്റുന്നതെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നളചരിതത്തിലെ ഭാഷയെക്കുറിച്ച് നടത്തിയ ഗവേഷണത്തിനാണ് 1995 സാറിന് ഡോക്ടറേറ്റ് ലഭിക്കുന്നത്. ആട്ടക്കഥകളായ നളചരിതം, 4 ദിവസം, ദക്ഷയാഗം, നിപാത കവച കാലകേയവധം എന്നിവയെക്കുറിച്ചുള്ള വ്യാഖ്യാനത്തോടു കൂടിയ പഠനങ്ങൾ, തുള്ളൽ കഥാപഠനങ്ങൾ, കല്യാണ സൗഗന്ധികം, സ്യമന്തകം, കിരാതം എന്നിവയെക്കുറിച്ചുള്ള പഠനങ്ങൾ, നാടൻ പാട്ടുകൾ സമാഹരണവും പഠനവും, മലയാള വ്യാകരണ പഠനങ്ങൾ, പത്മപുരാണം, ദേവീഭാഗവതം എന്നിവയിലെ പ്രസക്ത ഭാഗങ്ങളുടെ തർജ്ജമ എന്നിവയാണ് ശ്രീനാരായണ സാറിന്റെ പുസ്തകങ്ങളായി പുറത്തിറങ്ങിയിട്ടുള്ളവ. ഇത് കൂടാതെ കഥകളി, തുള്ളൽ എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പ്രബന്ധങ്ങൾ പല സർവകലാശാലകളിലായി സാർ അവതരിപ്പിച്ചിട്ടുണ്ട്. സംസ്കൃത സർവകലാശാലയിലെ അധ്യാപകനായും സാർ പ്രവർത്തിച്ചിട്ടുണ്ട്. മംഗലാപുരം സർവകലാശാലയുടെ പാഠപുസ്തക കമ്മിറ്റിയുടെയും പരീക്ഷാ ബോർഡിന്റെയും ചെയർമാനായി പ്രവർത്തിക്കുന്നു. കൂടാതെ മൈസൂർ സർവകലാശാലയുടെ പാഠപുസ്തക കമ്മിറ്റിയുടെയും പരീക്ഷാ ബോർഡിലെയും അംഗമാണ്. 2 ഓട്ടോണോമസ് കോളേജുകളുടെയും പരീക്ഷാ ബോർഡിന്റെയും അതേപോലെ പാഠപുസ്തക കമ്മിറ്റിയുടെയും അംഗമായി പ്രവർത്തിക്കുന്നു. ഇത്രയൊക്കെ വിശേഷണങ്ങളോട് കൂടിയ സാറിനെ, ഡോക്ടർ ശ്രീനാരായണൻ ഏവൂർ സാറിനെ ഏറെ സ്നേഹത്തോടെ, അതിലേറെ ആദരവോടെ പ്രബന്ധാവതരണത്തിനായി ക്ഷണിക്കുന്നു. നന്ദി. സാർ, ശ്രീനാരായണൻ സാർ. തുടങ്ങാമല്ലോ. കേൾക്കാൻ പറ്റില്ല? കേൾക്കാം സാർ. കേൾക്കാമല്ലോ? എന്നെ കാണാമല്ലോ? കാണാം. അപ്പൊ തുടങ്ങാമല്ലോ. ബീന ടീച്ചർ, സാർ തുടങ്ങാം സാർ. നമസ്കാരം. പി കെ കുഞ്ഞ് സാഹിബ് സ്മാരക പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായി MSN കോളേജ് മലയാള വിഭാഗം സംഘടിപ്പിക്കുന്ന ദേശീയ വെബിനാറിൽ തുള്ളൽ, അരങ്ങും സാഹിത്യവും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ എനിക്ക് അവസരമൊരുക്കിയ പ്രിൻസിപ്പൽ വകുപ്പ് അധ്യക്ഷ ഡോക്ടർ ബീന ടീച്ചർ, മറ്റ് അധ്യാപകർ, കോളേജ് അധികാരികൾ, ഇവർക്കെല്ലാം ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരെയും എൻ്റെ ഈ ലഘു പ്രഭാഷണം ശ്രവിക്കുന്നതിലേക്കായി ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. തുള്ളൽ, അരങ്ങും സാഹിത്യവും. തുള്ളലിൻ്റെ ഒരു പ്രത്യേകത, മലയാളത്തിൽ പല പല പ്രസ്ഥാനങ്ങളുണ്ട്. പക്ഷെ ആ പ്രസ്ഥാനങ്ങളെല്ലാം പല പല വ്യക്തികളായും കൃതികളായിട്ടും ബന്ധപ്പെട്ടതാണ്.
ചെറുകഥാ പ്രസ്ഥാനം, നോവൽ പ്രസ്ഥാനം, ചമ്പു പ്രസ്ഥാനം, അതുപോലെ ഓരോന്നും. എന്നാൽ തുള്ളൽ പ്രസ്ഥാനം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കുഞ്ചൻ നമ്പ്യാരെയാണ്. അതുപോലെ കിളിപ്പാട്ട് പ്രസ്ഥാനം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് എഴുത്തച്ഛനെയും. എന്നാൽ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൽ എഴുത്തച്ഛൻ മാത്രമല്ല, വേറെ കിളിപ്പാട്ട് കൃതികൾ രചിച്ചവർ ഉണ്ട്. അവരെത്ര പ്രശസ്തൻ അല്ലെന്ന് നിൽക്കുന്നു. അതുപോലെ തുള്ളൽ പ്രസ്ഥാനത്തിൽ കുഞ്ചൻ നമ്പ്യാർക്ക് ശേഷവും അദ്ദേഹം ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലും മറ്റ് തുള്ളൽ കൃതികൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും തുള്ളൽ പ്രസ്ഥാനം എന്ന് കേൾക്കുമ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെ നാമധേയമാണ് നമ്മുടെ ഓർമ്മയിൽ വരുന്നത്. അത്രയ്ക്ക് ആ പ്രസ്ഥാനവുമായിട്ട് ഗാഠമായി ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായി തീർന്നു. ഇതിലെ അരങ്ങും സാഹിത്യവും എന്നുള്ളതാണല്ലോ വിഷയം. മുമ്പ് തുള്ളൽ സാഹിത്യം നമ്മുടെ സാഹിത്യത്തിൽ ഏത് ഭാഗത്ത് നിൽക്കുന്നു എന്നതിനെക്കുറിച്ച് ചെറുതായി ഞാനൊന്ന് വിശദീകരിക്കാം. എങ്കിലേ നമുക്ക് ഇതിലേക്ക് ഭാഷയുടെ പ്രത്യേകതകളൊക്കെ പറയണമല്ലോ. അപ്പോൾ ആ ഭാഷയുടെ ആ പരിണാമമൊക്കെ വ്യക്തമാക്കുന്നതിന് വേണ്ടി അതിനെക്കുറിച്ചുള്ള ലഘു സൂചന പ്രാഥമികമായിട്ട് ഞാൻ നൽകുകയാണ്. നമുക്കറിയാം, മണിപ്രവാള പ്രസ്ഥാനം, പാട്ട് പ്രസ്ഥാനം, ഈ രണ്ട് പ്രസ്ഥാനങ്ങളിലൂടെയാണ് മലയാള സാഹിത്യത്തിൻ്റെ ആദ്യകാല വളർച്ച. ആദ്യകാല ചമ്പുകളും പാട്ട് പ്രസ്ഥാനത്തിലെ പ്രഥമ കൃതിയായ രാമചരിതവും, അതിനുശേഷം രമണസംഘാദാക്ഷണബന്ധം എതുകമാന വൃത്തവിശേഷയുക്തം പാട്ട് എന്നുള്ള ആ പാട്ടിൻ്റെ രക്ഷണത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് രംഗപ്രവേശം ചെയ്ത കണ്ണശ്ശന്മാരുടെ കൃതികൾ. അതുപോലെ മണിപ്രവാളത്തിന് സമാന്തരമായ ഒരു മാറ്റം ഉണ്ടായി. ഭാഷാ സംസ്കൃതയോഗവും മണിപ്രവാളം എന്ന ആ ലീലാതിരിക നിയമത്തിൽ നിന്നും അല്പം ഇളവ് പിൽക്കാലത്തുള്ള കൃതികൾക്കുണ്ടായി. ചമ്പു കൃതികൾ ലീലാതിരിക നിയമങ്ങൾ പ്രസക്തമായിട്ട് അനുഭവപ്പെടുന്ന അച്ചി ചമ്പുകളും കൂടാതെ വൈശികതന്ത്രം, അതുപോലെ സന്ദേശകാവ്യങ്ങൾ ഇവയൊക്കെയാണ്. അതിനുശേഷം ഉണ്ടായ മധ്യകാല മണിപ്രവാള കൃതികൾ എടുത്തു പറയത്തക്കത് ഭാഷാരാമായണം ചമ്പു, നൈഷാദം ചമ്പു, പിന്നീട് ഉണ്ടായിട്ടുള്ള 3 ഭാഷാ ചമ്പുകളുണ്ട്. ചെല്ലൂർ നാഥോദയം, തെങ്കയിൽ നാഥോദയം, നാരായണീയം, ഇത്രയും കൃതികൾ. അപ്പോൾ മണിപ്രവാളവും പാട്ടും രണ്ട് വ്യത്യസ്ത ധാരകളായിട്ട് പല പരിവർത്തനങ്ങളോടുകൂടി പുരോഗമിച്ചുകൊണ്ടിരുന്ന ആ അവസരത്തിൽ, പ്രത്യേക ഒരു കാലഘട്ടത്തിൽ അവ ഒന്നിക്കുവാനുള്ള ഒരു അവസരം ഒന്നിച്ചെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കത്തില്ല. എങ്കിലും കിളിപ്പാട്ടോടുകൂടി മണിപ്രവാളത്തിൻ്റെയും പാട്ടിൻ്റെയും ഒരു മേളനമാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ പഠിച്ചു വന്നിട്ടുള്ളത്. പാട്ടിൻ്റെയും മണിപ്രവാളത്തിൻ്റെയും പ്രത്യേകത ഉൾക്കൊള്ളുന്ന കിളിപ്പാട്ട് എഴുത്തച്ഛൻ്റെ നേതൃത്വത്തിൽ ആവിഷ്കരിക്കപ്പെട്ട ആ പ്രസ്ഥാനം പിൽക്കാല മലയാള കവികൾക്കും അനുകരണീയമായ ഒരു പാത വെട്ടിത്തുറന്ന് മലയാള കവിതാ മണ്ഡലത്തെ സുസ്ഥിരമായ നല്ലൊരു അടിത്തറ ഉള്ളതാക്കി. മണിപ്രവാളത്തെ ഈരടികളിൽ കൂടി ആവിഷ്കരിച്ചു എന്നുള്ളതാണ് എഴുത്തച്ഛൻ്റെ മേന്മ എന്നൊക്കെയുള്ള പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് കുഞ്ചൻ നമ്പ്യാരുടെ രംഗപ്രവേശം. കുഞ്ചൻ നമ്പ്യാർ മലയാള സാഹിത്യത്തിൽ പ്രവേശിക്കുന്ന ഘട്ടത്തിൽ ധാരാളം പ്രസ്ഥാനങ്ങൾ മലയാളത്തിൽ നിലനിന്നിരുന്നു. അതിനെക്കുറിച്ച് നമുക്ക് സാഹിത്യത്തെ സംബന്ധിച്ച് വിശദമായി പറയുമ്പോൾ ഇത് വ്യക്തമാണ്. ആദ്യമായിട്ട് അരങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഭരതന്റെ നാട്യശാസ്ത്രത്തിൽ മുഖാർത്താനാം, ശ്രമാർത്താനാം, ശോകാർത്താനാം, തപസ്സിനാം വിശ്രാന്തി ജനനം കാലേ നാട്യം ഏതത് ഭവിഷ്യത്. ഈ നാട്യം ആർക്കൊക്കെ വേണ്ടി?
ദുഃഖാർത്ഥന്മാർക്ക്, ശ്രമാർത്ഥന്മാർക്ക്, ശോകാർത്ഥന്മാർക്ക്, അതായത് ലൗകികർക്ക്, ലൗകികരായ ജനങ്ങൾ അവർക്ക് മാത്രമല്ല ലൗകികരല്ലാത്തവർക്കും തപസ്സുകൾക്കും ഒരേ സമയം വിശ്രാന്തി നൽകുന്നതാണ് നാട്യം എന്ന് ഭരതമുനി നാട്യശാസ്ത്രത്തിൽ വ്യക്തമാക്കുന്നു. അതിലപ്പുറം ചിദാനന്ദ സാക്ഷാത്കാരമാണ് ഭാരതീയ കലകളുടെ ലക്ഷ്യമെന്നും ആചാര്യന്മാർ കലകൾ ആസ്വദിക്കുന്നതിലൂടെ ഈശ്വര സാക്ഷാത്കാരമാണ്. കലകളെല്ലാം നമ്മെ സന്മാർഗത്തിൽ നയിക്കുന്ന പല പല കാര്യങ്ങളും ആ സന്മാർഗത്തിലൂടെ നമ്മെ നയിക്കാൻ പ്രേരണ നൽകുന്നു. അതിൽ കൂടി ഈശ്വര സാക്ഷാത്കാരവും ലഭിക്കുന്നു എന്ന് ആചാര്യന്മാർ വ്യക്തമാക്കുന്നു. നമ്മുടെ ശാകുന്തളമൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത് വ്യക്തമാണ്. ശാകുന്തളം പഠിക്കുന്ന വിദ്യാർത്ഥികൾ കാണുമല്ലോ. MA-ക്കും BA-ക്കും ഒക്കെ ശാകുന്തളം സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ തന്നെ ആദ്യത്തെ ശ്ലോകം തന്നെ ആദ്യത്തെ സൃഷ്ടി ഹോതാവധ വിധികൃതമായുള്ള ഹവിപ്പോൻ ആദ്യന്തം കാലമാനാസ്ത എന്നുള്ള പ്രശസ്തമായിട്ടുള്ള ശ്ലോകമുണ്ട്. അതിൻ്റെ അർത്ഥം അഷ്ടമൂർത്തിയായ ശിവൻ നിങ്ങളെ രക്ഷിക്കട്ടെ, സദസ്യരെ രക്ഷിക്കട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതായത് ഈ നാടകം കാണുന്ന എല്ലാവർക്കും ഈശ്വര അനുഗ്രഹം. അതാണ് പറഞ്ഞത്. ചിദാനന്ദ സാക്ഷാത്കാരമാണ് ഭാരതീയ കലകളുടെ ലക്ഷ്യം എന്ന് ആചാര്യന്മാർ പറഞ്ഞു. ഭാരതീയ കലകളുടെ ഈ ലക്ഷ്യത്തെ കേരളം പ്രാചീന കാലം മുതൽ തന്നെ ഉൾക്കൊണ്ടിട്ടുണ്ട്. 9ാം ശതകം മുതൽ കേരളത്തിൽ കൂത്തും കൂടിയാട്ടവും നിലനിന്നിരുന്നതായി കുലശേഖരമാരുടെ ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കുന്നു. കുലശേഖര ആൾവാരുടെ തപതി സംവരണം, സുഭദ്രാധനഞ്ജയം തുടങ്ങിയ കൃതികൾ കൂടിയാട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഇന്നും അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. 9ാം ശതകത്തിൽ ഉണ്ടായ കൃതികളാണ്. ഇന്നും അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നീട് മണിപ്രവാള കാലഘട്ടമായപ്പോഴേക്കും ആട്ടപ്രകാരം, ക്രമദീപിക തുടങ്ങിയ പ്രമാണ ഗ്രന്ഥങ്ങൾ ഉണ്ടായി. കോലൻ്റേതാണ് ആട്ടപ്രകാരവും ക്രമദീപിക എന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ആട്ടപ്രകാരം, ക്രമദീപിക എന്നീ 2 നിയമ ഗ്രന്ഥങ്ങളൊന്നും ഉണ്ടാകണമെങ്കിൽ, നാട്യ നിയമങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങളൊന്നും ഉണ്ടാവണമെങ്കിൽ ഈ കലാരൂപങ്ങൾ അത്ര അഭിവൃദ്ധിയെ പ്രാപിച്ചിരിക്കുന്നു. മാത്രമല്ല അക്ഷീചരിതങ്ങളിൽ ഒന്നായിട്ടുള്ള ഉണ്ണിയാടി ചരിതം വിദ്യാർത്ഥികൾക്ക് അറിയാമായിരിക്കും. ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിയാടി ചരിതം, ഉണ്ണിച്ചരിതം ചരിതം 3 ചമ്പുക്കളാണ് ആദ്യകാല ചമ്പുക്കളും രൂപീകരിക്കുന്നത്. അതിൽ ഉണ്ണിയാടി ചരിതത്തിന്റെ കർത്താവ് തന്നെ ഒരു ചാക്യാരാണ്. കണ്ടിയൂർ സ്വദേശിയായ ദാമോദര ചാക്യാരാണ് ഉണ്ണിയാടി ചരിതത്തിന്റെ കർത്താവ്. മണിപ്രവാളത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ, അതായത് 14ാം ശതകത്തിന്റെ അന്ത്യപാദം വരെയുള്ള ഘട്ടമാണ് ഏകദേശം. ഇതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്, നമുക്ക് അതിലേക്കൊന്നും കടക്കണ്ട. 14ാം ശതകത്തിന്റെ അവസാന ഘട്ടം കഴിഞ്ഞ് 15ാം ശതകമായപ്പോഴേക്ക് മധ്യകാല ചമ്പുകളുടെ കാലമായി എന്ന് സാഹിത്യ ചരിത്രകാരന്മാരുടെ കാലഗണന വെച്ച് നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നു. അന്ന് കൂത്തിന് വേണ്ടി രചിക്കപ്പെട്ട ചില മണിപ്രവാള കൃതികളുണ്ടായി. അത് നമുക്ക് പലർക്കും പരിചയമുള്ളതാണ്. ഭാഷാ രാമായണ ചമ്പു. വാൽമീകി രാമായണത്തെ ആധാരമാക്കി മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള അതിപ്രൗഢമായ ഒരു ചെമ്പുവാണ് ഈ ഭാഷാ രാമായണ ചെമ്പു. കുഞ്ഞൻ നമ്പൂതിരിയുടെ പിന്നീടുണ്ടായ ഭാഷാ നേഷ്യൻ ചെമ്പു, പിന്നെ മുമ്പ് ഞാൻ വ്യക്തമാക്കിയ നീലകണ്ഠകവിയുടെ 3 ചെമ്പുകൾ, പിന്നെ കൂടാതെ ചെറിയ ചെമ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ചെമ്പുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിവൃത്ത സംസ്കരണം എങ്ങനെയാവാം എന്ന് ആദ്യ മാതൃക നമുക്ക് ഈ ചെമ്പുകളിൽ നിന്നാണ്. അതിനു മുമ്പ് പുരാണത്തിലെ പ്രസക്ത ഭാഗങ്ങൾ, പ്രത്യേക ഭാഗങ്ങൾ തിരഞ്ഞെടുത്ത്, നാടകീയ സന്ദർഭങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഭാഗങ്ങൾ തിരഞ്ഞെടുത്ത് കവിത രചിക്കുന്ന അല്ലെങ്കിൽ പ്രബന്ധം രചിക്കുന്ന രീതി അത്ര സാധാരണമായിരുന്നു. അത് സർവ്വസാധാരണമായി തീർന്നത് ചമ്പുകളുടെ ഈ 2ാം ഘട്ടത്തിൽ കൂടിയാണ്. പിന്നീട് അഷ്ടപതിയാട്ടം, കൃഷ്ണനാട്ടം, രാമനാട്ടം എന്നീ കലകൾ രൂപപ്പെട്ടു. അഷ്ടപതി എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഇത്രത്തോളം പല ചിട്ടകൾക്ക് വഴങ്ങിയിട്ടുള്ള ഒരു കൃതിയില്ലെന്നുള്ളതാണ്.
ഭാരതത്തിലുടനീളം വ്യാപിച്ച് ഭാരതത്തിലെ ഓരോ ദേശത്തും അതിൻ്റെതായിട്ടുള്ള ഗാനരീതികൾക്കും ചിട്ടകൾക്കും വശപ്പെട്ട് ഇന്ന് ഏറ്റവും പുതിയ ചലച്ചിത്ര ഗാനങ്ങൾക്ക് വരെ പോലും കാരണമായിട്ട് തീർന്നിട്ടുള്ള അതിലെ പല പല ഭാഗങ്ങളും അത്രമാത്രം പ്രാധാന്യം ഉള്ളതാണ്. അഷ്ടപതിയെ ആധാരമാക്കി അഷ്ടപതി ആട്ടം ഒരു സമ്പ്രദായമാണ് ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രസക്ത വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. ആ ആട്ടം എങ്ങനെയായിരുന്നു, അതിൻ്റെ വേഷഭൂഷാദികൾ എങ്ങനെയാണെന്നുള്ളതിന് ഹലോ ഹലോ സാർ. സാർ ഹലോ സാർ. കേൾക്കുന്നില്ലല്ലോ. ശ്രീനാരായണൻ സാർ. ഹലോ സാർ കേൾക്കുന്നില്ല. സാറിന്റെ നെറ്റ് പോയോന്ന് സംശയമുണ്ട് ദീപ ടീച്ചറെ. ആണോ? ഞാനിപ്പോ അങ്ങോട്ട് വിളിക്കാം. ഒന്ന് ഫോൺ ചെയ്ത് നോക്കാറുണ്ടല്ലേ സാറിന്? ചെയ്യാം സാർ. ഡ്രൈവർ ഓട്ടോ ഡ്രൈവർ പറയാം, ഒരു ചാക്ക് എടുത്തോ എന്തോ അരുവന്നാ അവിടെ ഉണ്ടാകും. കഴിഞ്ഞ ചാക്ക് കൊണ്ട് ഇവിടെ ചാക്കില്ല. ഹലോ ദീപ. ഹലോ അജിത് സാറേ. ഹലോ ഹലോ, ഞാൻ സാറിനെ വിളിച്ചു. ഹലോ സാറിന് എന്താണ് വൈഫൈ കട്ടായിപ്പോയി, സാർ ഇപ്പൊ തന്നെ കണക്ട് ചെയ്ത് വീണ്ടും കയറുകയാണ് എന്ന് പറഞ്ഞു. ശരി, ഓക്കെ. കേൾക്കാമല്ലോ? ഹലോ കറണ്ട് പോയതാണ്, വൈഫൈ ആണ് ഇവിടെ. അപ്പോൾ നമ്മള് കൃഷ്ണനാട്ടത്തെ കുറിച്ചാണ് പറഞ്ഞത്. കൃഷ്ണനാട്ടവും രാമനാട്ടവും നാട്യശാസ്ത്രത്തിന്റെ സാങ്കേതിക നിയന്ത്രണത്തിലായിരുന്നെങ്കിലും ഇവയുടെ വേഷവിധാനങ്ങളിൽ നാടൻ കലകളുടെ സ്വാധീനം ഉണ്ടായിരുന്നു. നമ്മൾ രാമനാട്ടം എന്ന് പറയുന്ന കഥകളിയാണ്. കൃഷ്ണനാട്ടത്തെ അനുകരിച്ചാണ് രാമനാട്ടം ഉണ്ടായെന്നുള്ള ഒരു കഥയുണ്ട്. എന്നാൽ ഈ കൃഷ്ണനാട്ടവും രാമനാട്ടവും വേഷവിധാനങ്ങളിൽ നാടൻ കലകളുടെ സ്വാധീനത്തിന് വശപ്പെട്ടിരുന്നു. അതാണ് സത്യം. ക്ലാസിക്കലുകളുടെയും നാടൻ കലകളുടെയും പൂർണ്ണമായ സമന്വയമാണ് തുള്ളലിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ കാര്യം വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ കൃഷ്ണനാട്ടവും രാമനാട്ടവും ഒക്കെ ഇത്രയും വിസ്തരിച്ചത്. തുള്ളലിന്റെ പ്രത്യേകത ശാസ്ത്രീയ കലകളുടെയും ക്ലാസിക് കലകളുടെയും നാടൻ കലകളുടെയും പൂർണ്ണമായ സമന്വയം നമുക്ക് തുള്ളലിൽ കാണുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് തുള്ളലിന്റെ പ്രത്യേകത. ലളിതമായ രംഗ സജ്ജീകരണമാണ്. ഇപ്പോൾ കഥകളി നമുക്കറിയാം, തിരനോട്ടം, പല പല ചടങ്ങുകളുണ്ട്. അരങ്ങുകളി, മഞ്ജുതര, ഇങ്ങനെ ഒന്നിലധികം ചടങ്ങുകൾ കഥകളിക്കുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ചടങ്ങുകളൊന്നും തുള്ളലിന് മാത്രമല്ല ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ലളിതമായ രംഗസ
3 പേരേ ഉള്ളൂ. തുള്ളൽ അവതരിപ്പിക്കുന്നയാൾ, മൃദംഗക്കാരൻ, പറഞ്ഞയാൾ. ഈ 3 പേരാണ് വേദിയിലുള്ളത്. ആദ്യകാലങ്ങളിൽ തൊപ്പി മദ്ദളമാണ് ഉപയോഗിച്ചിരുന്നത്. പിൽക്കാലത്ത് ഈ തൊപ്പി മദ്ദളം മൃദംഗത്തിനൊക്കെ വഴിമാറി. ചടുലമായ ഗാനരീതിയാണ് തുള്ളൽ. കഥകളിയിലെ പോലെ വിസ്തരിച്ചുള്ള അഭിനയം ഇല്ല. കാരണം കഥകളിയേക്കാൾ വാചികമാണ് തുള്ളൽ. കഥകളിയെ പോലെ വിസ്തരിച്ചുള്ള അഭിനയം, അതായത് കഥകളി പദാർത്ഥ പ്രധാനമാണ്, തുള്ളലാകട്ടെ വാക്യാർത്ഥ പ്രധാനമാണ്. കഥകളിയിൽ പോലൊരു പദം നമ്മൾ ചൊല്ലുന്നു. ഇപ്പോൾ നളയരുതം നമുക്ക് ഉദാഹരിക്കാം. കുവലേ വിലോചനെ ബാലേ വിസലയാധരേ ചാരുശീലേ എന്നുള്ള നളൻ 2-ാം ദിവസം ഭൈമിയോട് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള ഭാഗമുണ്ട്. ഇതിലെ ഓരോ വിശേഷണങ്ങൾക്കും വിസ്തരിച്ച് മുദ്ര കാണിച്ചുകൊണ്ടാണ് പോകുന്നത്. എന്നാൽ തുള്ളലിൽ അതിൻ്റെ ആവശ്യമില്ല. തുള്ളൽ ആകെക്കൂടി ഒരു മുദ്ര കാണിക്കത്തുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പോൾ വാവയും കക്കയും പച്ചക്കിളികളും പ്രാവും പരുന്തും പറന്നു നടക്കുന്ന പക്ഷികൾ വന്നിപ്പഴുത്ത പഴങ്ങളെ ഭക്ഷിക്കുമാറില്ല പേടി കൊണ്ടാരുമേ എന്നുള്ള കല്യാണ സുഗന്ധത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ആ വർണ്ണന നമുക്കറിയാമല്ലോ. അതിലെ വാവലും കാക്കയും പച്ചക്കിളികളും പ്രാവും പരുന്തും വിസ്തരിച്ച മുദ്രയൊന്നുമില്ല. പക്ഷികൾ എല്ലാത്തിനും കൂടെ ഒറ്റ മുദ്ര മാത്രം. അതാണ് കഥകളിയും തുള്ളലും തമ്മിൽ ഉള്ള വ്യത്യാസം. ഹസ്തലക്ഷണ ദീപികയും നാട്യശാസ്ത്രവും അനുസരിച്ചുള്ള മുദ്രാഭിനയമാണ് ഇത് കാണുന്നത്. പക്ഷേ വിസ്തരിച്ചുള്ള മുദ്രകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. മാത്രമല്ല മുദ്രാഭിനയത്തിലെ ലാളിത്യവൽക്കരണം മൂലം സാമ്യക്രിയ എന്ന് വിശേഷിപ്പിക്കുന്ന ലൗകിക മുദ്രകളും തുള്ളലിൽ പ്രയോഗിക്കാറുണ്ട്. അവരുടെ മനോധർമ്മം അനുസരിച്ച് ചില മുദ്രകളൊക്കെ കാണിക്കാറുണ്ട്. അത് ചിലപ്പോൾ നാട്യശാസ്ത്രത്തിലോ ഹസ്തലക്ഷണ ദീപികയിലോ ഉള്ളതായിരിക്കണമെന്നില്ല. ഹസ്തലക്ഷണ ദീപിക കഥകളിക്ക് മാർഗദർശനമായി തീർന്ന ഹസ്തലക്ഷണ ദീപികയാണ്. അതുപോലെ ഭരതനാട്യത്തിനും അതുപോലെയുള്ള കലകൾക്കെല്ലാം നാട്യശാസ്ത്രവുമാണ്. പക്ഷേ ഇവയുമായിട്ട് ബന്ധമില്ലാത്ത ചില മുദ്രകളും ചില നാടൻ മുദ്രകളും ഒക്കെ ഇതിൽ കാണിച്ചിരിക്കും. തുള്ളൽ 3 തരമാണ് എന്ന് നമുക്കറിയാം. ഓട്ടൻ, ശീതങ്കൻ, പറയൽ. ഇതിൽ വേഷവിധാനങ്ങളിൽ നേരിയ വ്യത്യാസം ഉണ്ട്. ഓട്ടൻ തുള്ളലിൽ വട്ടമുടിയും കിരീടവും ഉണ്ട്. മുഖത്ത് മനോല, വേറെ പല സംഗതികളും ഉണ്ട്. പക്ഷേ ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ് അതിനെക്കുറിച്ച് വിസ്തരിക്കുന്നത്. പ്രധാനം ഇതാണ്: വട്ടമുടിയും കിരീടവും മുഖത്ത് മനോല, കഥകളിയെ പോലെ. എന്നാൽ ശീതങ്കൻ തുള്ളിലാകട്ടെ ശിരസിൽ കറുത്ത ഉറുമാൽ ചുറ്റി വെള്ളത്തുണി കൊണ്ട് കൊണ്ട കെട്ടി, കിരീടം ഇല്ല, മുഖത്ത് തേപ്പുമില്ല. ശീതങ്കൻ തുള്ളലിന്റെ പ്രത്യേകത അതാണ്, കിരീടം ഇല്ല. എന്നാൽ പറയൻ തുള്ളലിനാകട്ടെ നാഗഫണാകൃതിയോടുകൂടിയ കിരീടമാണ്. മാത്രമല്ല ശരീരത്തിൽ ചന്ദനം പൂശിയിരിക്കും, ഭസ്മം അണിഞ്ഞിരിക്കും. ചില കലാകാരന്മാർ രുദ്രാക്ഷവും ധരിക്കാറുണ്ട്. ഓട്ടൻ തുള്ളൽ എന്നുള്ള പേര് ഇതിന് വരാൻ കാരണം പലരും പല അഭിപ്രായങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ദ്രുതഗതിയിലുള്ള തുള്ളൽ അതാണ് എന്ന അർത്ഥത്തിലാണ് ഓട്ടൻ തുള്ളൽ എന്നുള്ള പേര് വന്നിരിക്കുന്നത്. അത് ശരിയാണ്. മറ്റ് തുള്ളലുകളെ അപേക്ഷിച്ച് കുറെ കൂടി ദ്രുതഗതിയിലാണ് ഓട്ടൻ തുള്ളൽ. അതുപോലെ ശീതങ്കൻ തുള്ളൽ, ശീതങ്കൻ തുള്ളലിന്റെയും പേരിനെ കുറിച്ച് ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായിട്ടുള്ളത് ഞാനിവിടെ പറയാം. കുട്ടനാട്ടിലെ പുലയ സമുദായത്തിനിടയിൽ ശീതങ്കൻ എന്ന പേര് സാധാരണമായതുകൊണ്ട് ആ സമുദായക്കാരുടെ തുള്ളലായി കരുതി ഇങ്ങനെ പേരിട്ടതാകാം എന്ന് ചിലര് ഊഹിക്കുന്നു. ശീതങ്കൻ പറയ സമുദായവുമായി ബന്ധപ്പെട്ട ആണ് ഈ പറയൻ തുള്ളലിന്റെ ആ പേരിന്റെ നിഷ്പത്തി. പിന്നെ അതിനെക്കുറിച്ച് വേറെ അഭിപ്രായം, പറയുക, പറയുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ പറയൻ എന്നും നിഷ്പത്തി കൽപ്പിക്കുന്നുണ്ട്. എങ്കിലും നമ്പ്യാർ അന്ന് പ്രസിദ്ധമായ ശാസ്ത്രീയ കലകളൊന്നും കാണുവാൻ അനുവാദമില്ലായിരുന്ന സാധാരണക്കാർക്ക് വേണ്ടി അവതരിപ്പിച്ച കഥയാണല്ലോ ഇവയെല്ലാം. അതുകൊണ്ട് ഓരോരോ സമുദായക്കാരുടെ പേരിൽ അത് അവതരിപ്പിച്ചെന്ന് പറയുന്നതായിരിക്കും യുക്തമെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയും നമ്പ്യാരിലേക്ക് നമുക്ക് കടക്കാം, സാഹിത്യത്തിലേക്ക്. നമ്പ്യാർ കിള്ളിക്കുറിശിമംഗലത്താണ് ജനിച്ചത്. ബാല്യകാലത്ത് തന്നെ പിതാവിനോടൊപ്പം അവിടെ നിന്ന് കിടങ്ങൂർ എന്ന സ്ഥലത്ത് എത്തി. അവിടെ നിന്നും അമ്പലപ്പുഴയിൽ എത്തിച്ചേർന്നു താമസമാക്കിയെന്നാണ് വിശ്വാസം. അമ്പലപ്പുഴയിൽ
ചെമ്പകശ്ശേരി രാജാവായ ദേവനാരായണനെ ആശ്രയിച്ചുകൊണ്ട് ഇരിക്കുന്ന ആ അവസരത്തിൽ അദ്ദേഹം പല തുള്ളൽ കൃതികളും രചിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കായംകുളവും തുടർന്ന് അമ്പലപ്പുഴയും ആക്രമിച്ച് കീഴടക്കി തിരുവിതാംകൂറിനോട് ചേർന്നു. ആ അവസരത്തിൽ ഇദ്ദേഹത്തിന് തിരുവിതാംകൂറിലേക്ക് പോകേണ്ടി വന്നു. ഇതിന് കൃത്യമായ ചരിത്രമൊന്നും ഇല്ലെങ്കിലും ഇദ്ദേഹത്തിന്റെ കൃതികൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കും. കാരണം തിരുവിതാംകൂറിൽ അതായത് തിരുവനന്തപുരത്ത് എത്തിയതിന് ശേഷം ഉള്ള ഇദ്ദേഹത്തിന്റെ തുള്ളൽ കൃതികളിൽ പത്മനാഭനെയും മാർത്താണ്ഡവർമ്മയും മാർത്താണ്ഡവർമ്മയുടെ ചില മന്ത്രിമാരെയും ഒക്കെ ഇദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ച ചില വ്യക്തികളെ. എന്നാൽ അമ്പലപ്പുഴ വെച്ച് രചിച്ച കൃതികൾ കൂടുതലും ദേവനാരായണനെയാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ വെച്ച് ഏതൊക്കെ കൃതികളാണ് അമ്പലപ്പുഴ വെച്ച് രചിച്ചത്, ഏതൊക്കെ കൃതികളാണ് തിരുവനന്തപുരത്ത് വെച്ച് രചിച്ചത്, നമുക്ക് ഏകദേശമൊക്കെ ആ കൃതികൾ വായിക്കുമ്പോൾ ഊഹിക്കുകയാണ്. അവസാനം അവിടെ വെച്ചാണ് അദ്ദേഹം ഉണ്ണായി വാര്യരായിട്ട് പരിചയപ്പെടുന്നു എന്നൊക്കെയുള്ള ഐതിഹ്യമുണ്ട്. ഉണ്ണായി വാര്യരും കുഞ്ചൻ നമ്പ്യാരും സമകാലികന്മാരായിരുന്നു. ഇവരെ തമ്മിൽ ചേർത്ത് പല പല ഐതിഹ്യമുണ്ട്. അതിൽ പ്രസിദ്ധമായിട്ടുള്ള ഐതിഹ്യമുണ്ടല്ലോ, കാതിലോല നല്ല താളി. പത്മതീർത്ഥക്കുളത്തിൽ കുളിക്കാനായി വന്ന രണ്ട് സ്ത്രീകളെ കുറിച്ച് പറഞ്ഞത്. ഒരു സ്ത്രീ യജമാനത്തിയായിരുന്നു, ഒരു സ്ത്രീ ദാസി. അപ്പോൾ ഉണ്ണായിവാർ ചോദിച്ചു, കാതിലോല, അതിലോല, അതിലോല, പ്രഥമശ്രവണത്തിൽ കാതിലോല, കാതിലോല ധരിച്ച, ഓല എന്നൊരു ആഭരണമാണ്, ആഭരണം ധരിച്ച സ്ത്രീയെ കവണ്ടടിച്ചെന്നാണ് എന്നെ വിചാരിക്കുന്നത്. നല്ല താളി, ഒരു തോഴി താളിയുമായിട്ട് കുളിക്കാനുള്ള താളിയുമായിട്ട്, അങ്ങനെയല്ലേ വിചാരിക്കുന്നു. പക്ഷേ അവർക്ക് ഇതൊക്കെ മനസ്സിലായി. എന്നായി ചോദിച്ചത് അതിലോലാണ്, ആരാണ് കൂടുതൽ സുന്ദരി. അപ്പോൾ നമ്പ്യാർ പറഞ്ഞു നല്ല താളി, നല്ലത് ആളി, തോഴിയാണ് കൂടുതൽ സുന്ദരി, യജമാനത്തിയേക്കാൾ കൂടുതൽ സുന്ദരി നമ്പ്യാർ പറഞ്ഞതായി കഥ. ഇങ്ങനെ പല പല കഥകൾ. ഈ കഥകളൊക്കെ എല്ലാം ഒന്നും നമുക്ക് അവിശ്വസിക്കേണ്ട ആവശ്യമില്ല. കാര്യം ഇതിനകത്തെല്ലാം നമ്പ്യാരുടെ ഒരു ഫലിത ബോധം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പല പല ഐതിഹ്യങ്ങളുമുണ്ട്. അവയൊന്നും കേവലം ഐതിഹ്യങ്ങളായിട്ട് തള്ളിക്കളയേണ്ട കാര്യമുണ്ടോ എന്ന് തോന്നുന്നില്ല. കാരണം അവയിലെല്ലാം ഫലിത മസൃണമായ രീതിയിലാണ് അവയെല്ലാം പ്രചരിച്ച് വരുന്നത്. അവസാനം അദ്ദേഹം കുറേ നാൾ അവിടെ ചിലവഴിച്ച ശേഷം ധർമ്മരാജാവിന്റെ മുമ്പിൽ ഒരു ശ്ലോകം അടിയറ വെച്ച് പിരിഞ്ഞു പോയിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ആ ശ്ലോകം ഒന്ന് വായിക്കാം. അതായത് രണ്ട് രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് ഇദ്ദേഹം അവിടെ കഴിഞ്ഞിരുന്നത്. മാർത്താണ്ഡവർമ്മയുടെയും അഞ്ജനവനായ ധർമ്മരാജാവിൻ്റെ കാലഘട്ടത്തിൽ. ധർമ്മരാജാവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം വാർദ്ധക്യമൊക്കെ ആയപ്പോൾ ഇനി അമ്പലപ്പുഴയിലേക്ക് തിരിച്ചു പോകുന്നതാണ് നല്ലതെന്ന് തോന്നിക്കൊണ്ട് ഒരു ശ്ലോകം എഴുതി. ഇങ്ങനെയാണ്: നാലഞ്ചക്ഷരവും പഠിച്ച് ഗുരുവിൻ പാദം തലോടി ചിരം, കാലഞ്ചിൻ മൊഴി തന്നെ അപാങ്കവലയിൽ ചാടിയിട്ടുഴന്നേൻ ചിരം, കോലം കെട്ടുക കോലങ്ങൾ നടക്കുന്നുള്ള വേലക്കിനി കാലം വാർദ്ധകമാകൊണ്ടടിയനെ ചാടിക്കലാ ഭൂപതി. ഈ ശ്ലോകം എഴുതി അദ്ദേഹത്തിന് സമർപ്പിച്ചിട്ട് അദ്ദേഹം അമ്പലപ്പുഴയിലേക്ക് വന്നുവെന്നാണ് പറയുന്നത്. ഇനി വേറെ അഭിപ്രായമുണ്ട്. മാർത്താണ്ഡവർമ്മയുടെ കാലം കഴിഞ്ഞപ്പോൾ കാർത്തികനാളിൻ്റെ കാലഘട്ടമായപ്പോഴേക്കും കാർത്തികനാളിന് തുള്ളലിനോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അദ്ദേഹം തന്നെ നിരവധി ആട്ടക്കഥകൾ രചിച്ച ആളാണല്ലോ കാർത്തികനാൾ അപ്പോൾ തുള്ളലിനോട് അത്ര പ്രതിപത്തി അദ്ദേഹം കാട്ടാതിരുന്നത് കൊണ്ടാണ് അദ്ദേഹം തിരുവിതാംകൂർ വിട്ട് പോകുന്നതെന്ന് ഒരു കഥയും ഉണ്ട്. എന്തായാലും അദ്ദേഹം തിരുവിതാംകൂർ വിട്ട് അമ്പലപ്പുഴയിലേക്ക് തന്നെ തിരികെ. ഇനി നമുക്ക് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ആ ഉൽപ്പത്തി നമ്പ്യാരിലൂടെയാണെന്ന് നേരത്തെ പറഞ്ഞത്. ചാക്യാരുമായിട്ട് പണങ്ങിയാണ് നമ്പ്യാർ തുള്ളൽ എന്ന കലയെ രൂപപ്പെടുത്തിയത് എന്നൊക്കെ ഒരു ഐതിഹ്യം പ്രസിദ്ധമായ, വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഐതിഹ്യമാണ്.
നമ്പ്യാരുടെ വിലത്തൊഴിൽ മിഴാവ് എന്നുള്ള വാദ്യം എടുക്കുക എന്നുള്ളതായിരുന്നു. ഒരിക്കൽ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ചാക്യാർ കൂത്തു പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്പ്യാർ ഉറങ്ങിപ്പോയി എന്ന്. ഏതോ ഒരു ശ്ലോകം ചൊല്ലി അത് വളരെ സരസമായിട്ട് വിശദീകരിച്ച് ചാക്യാർ ഏകദേശം 1 മണിക്കൂറോളം അത് വിശദീകരിച്ചു കൊണ്ടിരുന്നു. ആൾക്കാരെ രസിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം അറിയാതെ ഉറങ്ങിപ്പോയി. പിന്നീട് അടുത്ത ശ്ലോകം ചൊല്ലി കഴിഞ്ഞപ്പോൾ താളം പുറമേന്ന് വരുന്നില്ല. അപ്പോൾ നോക്കിയപ്പോൾ നമ്പ്യാർ ഇന്ന് വന്നതാണ്. ഇത് തന്നെ അവസരമെന്ന് കരുതി ആരെയും പരിഹസിക്കാൻ മടി കാണാത്ത ചാക്യാർ നമ്പ്യാരെ അണക്കറ്റ് പരിഹസിച്ചു. ഇതിൽ അവമാനം തോന്നിയ നമ്പ്യാർ പിറ്റേ ദിവസം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് പുറകുവശത്തുള്ള എണ്ണക്കളിത്തട്ടെന്നാണ് അതിന് പറയുന്നതെന്ന് തോന്നുന്നു. അവിടെ കൂടി എൻ്റെ സ്മാരകമായിട്ട് അവിടെ ഒരു പുതിയ കലയ്ക്ക് രൂപം നൽകി അവതരിപ്പിച്ചു എന്നൊക്കെയാണ് ഐതിഹ്യം. ഇതിനെ പലരും നിഷേധിക്കുന്നുണ്ട്. കാരണം ഒറ്റ ദിവസം കൊണ്ട് അവതരിപ്പിക്കാൻ പറ്റിയതല്ല. കല്യാണ സൗഗന്ധ്യമാണ്. കല്യാണ സൗഗന്ധ്യം ശീതങ്കൻ തുള്ളലാണ് അദ്ദേഹം അവതരിപ്പിച്ചതെന്നാണ് പറയുന്നത്. പക്ഷെ അതിനകത്തെ സാഹിത്യവും ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് എഴുതി ഉണ്ടാക്കിയെന്നൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയ സാഹിത്യപഞ്ചാൻ പി കെ നാരായണപിള്ള ഇതിനെ അതികഠിനമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. വീരഭദ്രൻ തൻ്റെ ജട പറിച്ച് നിലത്തടിച്ചപ്പോൾ അതിൽ നിന്ന് ഭദ്രകാളിയും വീരഭദ്രനും അല്ല ക്ഷമിക്കണം ശിവൻ തൻ്റെ ജട പറിച്ച് നിലത്തടിച്ചപ്പോൾ അതിൽ നിന്ന് വീരഭദ്രനും ഭദ്രകാളിയും ഉണ്ടായി എന്ന് പറയുന്ന പോലെ ഒറ്റ രാത്രി കൊണ്ട് ഒരു തുള്ളലിന് വേണ്ട സകല വകുപ്പുകളും വന്നു ചേർന്നു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ സാധിക്കത്തില്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. അത് ശരിയാവാം. കാരണം നേരത്തെ തന്നെ ഈ തുള്ളൽ എന്ന പ്രസ്ഥാനത്തെക്കുറിച്ചും അത് ഏതൊക്കെ തരത്തിൽ അത് രൂപപ്പെടുത്തണമെന്നതിനെ കുറിച്ചുള്ള ഒരു നല്ല ധാരണ നമ്പ്യാർക്ക് ഉണ്ടായിരുന്നില്ല. അതിനൊരു കാരണമായി തീർന്നു ചാക്യാരുമായി ഉള്ള ഈ പിണക്കം എന്ന് കരുതിയാൽ മതി. എന്തായാലും ചാക്യാരുമായിട്ടുള്ള പിണക്കത്തെ നമുക്ക് അങ്ങനെ നിഷേധിക്കാൻ പറ്റില്ല. കാരണം ചാക്യാർ നമ്പ്യാർ പുതിയ തുള്ളൽ അവതരിച്ചപ്പോൾ ചാക്യാർ കൂത്ത് കണ്ട് ഇരുന്നവരെല്ലാം നമ്പ്യാരുടെ പുറകെ പോയി അദ്ദേഹത്തിന്റെ കലയെ ആസ്വദിക്കാനായി. ഇതിൽ അവമാനം തോന്നിയ ചാക്യാർ അമ്പലപ്പുഴ രാജാവിനോട് പരാതിപ്പെട്ടു എന്നും അന്നു മുതൽ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ തുള്ളൽ പാടില്ല എന്ന് അദ്ദേഹം ആജ്ഞാപിച്ചു എന്നും ഒരു കഥയുണ്ട്. പക്ഷെ അത് ഈ അടുത്ത കാലം വരെ ആ ആജ്ഞ നിലനിന്നിരുന്നുള്ളത് ശരിയാണ്. ഒരു 5 വർഷം മുമ്പാണ് ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ തുള്ളലിന് പ്രവേശനം അനുവദിച്ചതെന്നുള്ള കാര്യം ശരിയാണ്. ആ കഥ ഏത് തരത്തിലാണ്? തുള്ളൽ അടുത്ത കാലത്താണ് അമ്പലപ്പുഴയിൽ അവതരിപ്പിച്ചത് തുടങ്ങിയത്. അമ്പലപ്പുഴയിലല്ല, അമ്പലപ്പുഴ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ. അപ്പോൾ എന്തെങ്കിലും സാധുത്വം ആ കഥയ്ക്ക് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അടുത്തതായിട്ട് നമ്പ്യാരെ കുറിച്ച് പറയുമ്പോൾ പ്രസിദ്ധമായി ഉള്ള സംഗതി രാമപാണിവാദനും കുഞ്ചൻ നമ്പ്യാരും ഒരാളാണോ 2 പേരാണോ? നമുക്കിപ്പോ ഈ നമ്പ്യാരെ കുറിച്ച് പറയുമ്പോൾ അത്ര പ്രസക്തമല്ലെങ്കിലും അത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സെമിനാർ ആണല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ച് അത് പ്രസക്തമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചും ഞാൻ അല്പം ഒന്ന് വിശദീകരിക്കും. രാമപാണിവാദൻ എന്ന ഒരു സംസ്കൃത കവി ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. അദ്ദേഹം കുറേ കൃതികൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ചന്ദ്രികാ വീഥി, ലീലാവതി വീഥി, സീതാരാഘവ നാടകം, രാഘവീയ മഹാകാവ്യം. ഇത് മാത്രമല്ല വേറെ വൃത്തത്തെക്കുറിച്ച് അലങ്കാരത്തെക്കുറിച്ച് ഒക്കെ വളരെ വിപുലമായ തരത്തിൽ പഠനം നടത്തുന്ന ആധികാരിക ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സംസ്കൃതത്തിലായതുകൊണ്ട് നമ്മളധികം അത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളത്. അദ്ദേഹവും കുഞ്ചൻ നമ്പ്യാരും ഒരാൾ ആണ് എന്ന അഭിപ്രായം ആദ്യമായി പറഞ്ഞത് മഹാകവി ഉള്ളൂരാണ്. നേരത്തെ ഭാഷാചരിത്രകാരനായ ഗോവിന്ദപിള്ള ഇതിനെക്കുറിച്ച് ഉപരി ഗവേഷണങ്ങൾ നടത്തിയ മഹാകവി ഉള്ളൂർ രാമപാണിവാദനും കുഞ്ചൻ നമ്പ്യാരും ഒരാൾ ആണ് എന്നുള്ള നിഗമനത്തിലാണ്. അതിൽ തന്നെ രാമപാണിവാദൻ 2 പേരാണെന്നൊക്കെയുള്ള അഭിപ്രായാന്തരങ്ങൾ. അപ്പൊ ഈ രാമപാണിവാദനും കുഞ്ചൻ നമ്പ്യാരും ഒരാളാണോ 2 പേരാണോ എന്നുള്ള തർക്കം പല സാഹിത്യകാരന്മാരും പേർത്തും ചർച്ച ചെയ്ത് ഉള്ള ഒന്നാണ്. പക്ഷെ അതിലെ സാഹിത്യ രീതി വെച്ച് നോക്കുമ്പോൾ പലരും 2 പേരാണ് എന്നുള്ള അഭിപ്രായത്തോട് യോജിക്കുകയാണ്. 100ഓളം തുള്ളൽ കൃതികൾ കൂടാതെ ശ്രീകൃഷ്ണചരിതം, മണിപ്രവാളം, പഞ്ചതന്ത്രം കിളിപ്പാട്ട്, ഭൂതവാക്യം 14 വൃത്തം, ശിവപുരാണം കിളിപ്പാട്ട് എന്നിവയും നമ്പ്യാരുടെ പേരിൽ പറഞ്ഞു.
ഇതും രാമവാണിവാദൻ്റെതാണെന്നുള്ള അഭിപ്രായമാണ്. കാരണം രാമവാണിവാദൻ്റെ കൃതികളിലെല്ലാം ഒരു മുദ്രയുണ്ട്. രാമവാണിവാദ മുദ്ര എന്നാണ്. രാമേണ വാണിവാദേന ഗീതയെ മിശ്ര സംസ്കൃതേ എന്ന് ശ്രീകൃഷ്ണചരിതം മണിപ്രവാളത്തിൽ തന്നെ പറയുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ സംസ്കൃതങ്ങളിലെല്ലാം രാമവാണിവാദ മുദ്രയുണ്ട്. പക്ഷെ എന്നാൽ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികളിലൊന്നും ഒരു തുള്ളൽ കൃതികളിലല്ലാതെ മറ്റു കൃതികളിലൊന്നും രാമവാണിവാദ മുദ്ര കാണുന്നു. അതുകൊണ്ട് തന്നെ രണ്ടുപേരാണെന്നുള്ള അഭിപ്രായത്തിനാണ് മുൻതൂക്കം. എന്നാൽ ഈ ദൂതവാക്യം 14 വൃത്തവും ശ്രീകൃഷ്ണചരിത മണിപ്രവാളവും ശിവപുരാണം കിളിപ്പാട്ടും ഇപ്പോഴും നമ്പ്യാരുടേതാണെന്നുള്ള അഭിപ്രായമുള്ള പണ്ഡിതന്മാരാണ് കൂടുതലും. ഇക്കാലത്ത് അതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണങ്ങൾ നടത്തിയ സാഹിത്യ പഞ്ചാനനും ഡോക്ടർ VS ശർമ്മ സാറും യുവർ പരമേശ്വരൻ സാറും ഒക്കെ അത് രാമവാണിവാദൻ്റെ അല്ല, കുഞ്ചൻ നമ്പ്യാരുടെ തന്നെയാണ് എന്നുള്ള അഭിപ്രായമാണ് വെച്ച് പുലർത്തുന്നത്. അതിന് കാരണം അവർ പറയുന്നത് 14 വൃത്തത്തിലെ 14 വൃത്തം ദൂതവാക്യം 14 വൃത്തം എന്ന് പ്രസിദ്ധമായിട്ടുള്ള പണ്ട് 10ാം ക്ലാസ്സിലൊക്കെ അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ പഠിക്കുന്നു. ദൂതവാക്യം 14 വൃത്തം നമ്പ്യാർക്ക് സഹജമായ ചില പ്രത്യേകതകൾ, നമ്പ്യാരുടെ കവിതയിൽ സഹജമായി നമ്മൾ കാണുന്ന ചില പ്രത്യേകതകൾ അതിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ്. അതിലൊന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ദുര്യോധനനും ശ്രീകൃഷ്ണനും തമ്മിലുള്ള ദൂത് പറയുന്നതിനിടയ്ക്ക് ദുര്യോധനൻ പാണ്ഡവന്മാരെ കളിയാക്കുന്നുണ്ട്. ഇങ്ങനെയാണ്, അതായത് പാഞ്ചാലിയെ കണ്ട് കാമാതിരന്മാർ അഞ്ചും സമം ചെയ്തു പാണവും പിടിച്ചാർ, അഞ്ചെങ്കിലഞ്ചും കണക്കെന്നവൾക്കും ചാഞ്ചല്യമില്ല മഹാദേവ ശംഭു. ഇങ്ങനൊരു ഭാഗം. ഇത് തന്നെ കല്യാണ സൗഗന്ധികം ഉള്ളില് ഭീമസേനെ കളിയാക്കാനായിട്ട് ഹനുമാൻ പറയുന്നുണ്ട്. ഹനുമാനും ഭീമസേനും തമ്മിലുള്ള ഒരു സംവാദം അവിടെ നടക്കുന്നുണ്ട്. അതില് ഭീമസേനെ കളിയാക്കാൻ പറയുന്ന പല പല കാര്യങ്ങളിലൊന്ന് ഇത് തന്നെയാണ്. അത് വേറൊരു തരത്തിലാണ് അവതരിപ്പിച്ചിരുന്നത്. അതായത് പാഞ്ചാലി എന്നൊരു പെണ്ണിനെ കണ്ടിട്ട് പഞ്ചബാണാർത്തി പിടിപെട്ടഹോ നിങ്ങൾ 5 പേരും ചെന്നു കൈക്കു പിടിച്ചുകൊണ്ട് അഞ്ചാത കേളി കഴിച്ചെന്നു കേട്ടു ഞാൻ, 5എങ്കിലഞ്ചും കണക്കെന്നവൾക്കൊരു ചാഞ്ചല്യവുമില്ല, എല്ലുപോലും നിങ്ങൾ 5 പേരെയും കണ്ണുവിനെ തല്ലിനാൽ വഞ്ചിപ്പതിനവൾ പോരും മൃഗോദര, 4-5 ഭർത്താവ് ഒരുത്തിക്കിതാനത് 4 ജാതിക്കും വിധിച്ചതല്ലോ ഓർക്കണം. ഇങ്ങനെ പറയുന്നു. പക്ഷെ ഇതിന് ഈ 2 കാര്യങ്ങൾക്ക് മാതൃകയായിട്ട് ഏതെങ്കിലും സംസ്കൃത ഗ്രന്ഥങ്ങളില്ലെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ഇപ്പൊ 14 വൃത്തത്തിലെ ഈ ഒരു കാര്യവും ഈ പരാമർശവും തുള്ളലിലെ ഈ പരാമർശവും മാത്രം വെച്ചുകൊണ്ട് 14 വൃത്തവും കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികൾ അത് ഏതർത്ഥത്തിലും നമുക്ക് പറയാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് അത്. പക്ഷേ പണ്ഡിതന്മാർ കൂടുതലും മേൽപ്പറഞ്ഞ അഭിപ്രായക്കാരാണ്. അടുത്തതായി നമുക്ക് പറയാനുള്ളത് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ജനയിതാവ് ആയിട്ടാണല്ലോ നമ്മൾ നമ്പ്യാരെ അറിയപ്പെടുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഇദ്ദേഹത്തെ ജനയിതാവെന്ന് കണക്കാക്കുന്നു? ഇതിൽ തുള്ളലിനെ കുറിച്ച് ഞാൻ ചില പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൽ 3 കാര്യങ്ങളാണ്. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഞാൻ സ്ഥാപിക്കുന്ന 3 കാരണങ്ങൾ വെച്ചുകൊണ്ടാണ്. എൻ്റെ തന്നെ ഒരു പുസ്തകത്തിലുണ്ട്, ഞാൻ അതേപടി വായിക്കാം. കുഞ്ചൻ നമ്പ്യാരെ പോലെ തുള്ളൽ പ്രസ്ഥാനവുമായി ഗാഠ ബന്ധമുള്ള മറ്റൊരു കവിയെക്കുറിച്ച് ഇതുവരെ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. പ്രസിദ്ധമായിട്ടുള്ള ഈ ഐതിഹ്യങ്ങളെല്ലാം, തുള്ളലുമായിട്ട് ബന്ധപ്പെട്ട ഈ ഐതിഹ്യങ്ങളെല്ലാം നമ്പ്യാരെ കുറിച്ച് മാത്രമാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വേറെ തുള്ളൽ കലാകാരന്മാർക്ക് ജീവിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെ അവരെക്കുറിച്ച് ആദ്യമായ വിവരങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടുള്ള തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ നമ്പ്യാരെ പോലെ ആ പ്രസ്ഥാനമായിട്ട് ഗാഠബന്ധമുള്ള മറ്റ് ഒരു കവിയെക്കുറിച്ച് യാതൊരു. 2, കുഞ്ചൻ നമ്പ്യാരുടെ കാലത്തും പിൽക്കാലത്തും ഉണ്ടായിട്ടുള്ള തുള്ളൽ കൃതികൾ നമ്പ്യാർ കൃതികളുടെ മാതൃകയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. നമ്പ്യാർ കൃതികളിലെ ഇഷ്ടദേവതാസ്തുതി, വർണ്ണന, ഹാസ്യം എന്നിവ ഇതര തുള്ളൽ കഥാകൃത്തുക്കൾ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്പ്യാർ അവർക്ക് നല്ലൊരു മാതൃകയാണ്. ഇപ്പോൾ അമ്പലപ്പുഴ അല്ലാത്ത ഒരു കവിക്ക് എന്തിനാ അമ്പലപ്പുഴ കൃഷ്ണനെ സ്തുതിക്കേണ്ട ആവശ്യം എന്താണ്? അതുപോലെ തഴവിയിലെ ശാസ്താവിനെ സ്തുതിക്കേണ്ട ആവശ്യം എന്താണ്? അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവരൊരു മാതൃകയായിട്ട് സ്വീകരിച്ചത് നമ്പ്യാരുടെ തുള്ളൽ കൃതിയാണ്. അതുകൊണ്ട് അവർക്ക് മുമ്പ് നല്ലൊരു മാതൃക അക്കാര്യത്തിൽ തുടങ്ങി വെക്കാൻ നമ്പ്യാർക്ക് സാധിച്ചു. മാത്രമല്ല 3ാമത്തെ
കാര്യം തുള്ളൽ എന്ന കലാരൂപം കുഞ്ചൻ നമ്പ്യാരോട് ബന്ധപ്പെട്ടാണ് തലമുറകളായിട്ട് അറിയപ്പെട്ടത്. മറ്റൊരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് യാതൊരു ഒരു ഈ കാരണങ്ങൾ കൊണ്ട് അതിൻ്റെ വിനയിതാവ് തന്നെയാണ് നമ്പ്യാരെന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിന് 100ഓളം തുള്ളൽ കൃതികൾ രചിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നേരത്തെ ശ്രീകൃഷ്ണ മണിപ്രവാളമൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളാണെന്ന് അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിനകത്ത് എന്തുകൊണ്ട് ആ കൃതികളൊക്കെ വളരെ പ്രശസ്തമായിട്ട് തീർന്നു. കാരസ്കരത്തിൻ ഗുരുവാലിട്ടാൽ കാലാന്തരിയെ കൈപ്പ് ശമിപ്പതുണ്ടോ, പ്രശസ്തമായിട്ടുള്ള വരികളാണ്. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം, കാരസ്കരത്തിൻ ഗുരുവാലിട്ടാൽ കാലാന്തരിയെ കൈപ്പ് ശമിപ്പതുണ്ടോ. എല്ലാം ശ്രീകൃഷ്ണ മണിപ്രവാളത്തിലെ ഇതുപോലുള്ള ധാരാളം വരികളുണ്ട്. ഇതൊക്കെ നമുക്ക് പരിചയമുള്ള വരികളാണല്ലോ. ഇനി നമ്പ്യാരുടെ തൊഴിൽ കൃതികളിലേക്ക് നമുക്ക് നേരിട്ട് നമ്പ്യാരുടേതായിട്ട് സമാഹരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവയൊന്നും എല്ലാ കൃതികളൊന്നും നമ്പ്യാരുടേതായിട്ട് അംഗീകരിക്കുന്നില്ല. കാര്യം സാമാന്യ വായനയിലൂടെ നമുക്ക് തന്നെ മനസ്സിലാകും വല്ലതും നമ്പ്യാരല്ല രചിച്ചു. ഇപ്പോൾ നമ്പ്യാരുടെ കല്യാണ സൗന്ദര്യവും കിരാതവും 1-2 കൃതികൾ വായിച്ച ആ ഒരു വായനാ സംസ്കാരം നമുക്കുണ്ടെങ്കിൽ ആ മാനദണ്ഡം വെച്ച് തന്നെ നമുക്ക് മറ്റു പല അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കുമ്പോൾ പലതും അദ്ദേഹത്തിൻ്റെ പേരിൽ പിൽക്കാലത്ത് പതിഞ്ഞു കിടക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്പ്യാർക്ക് ശേഷവും പലരും എഴുതിയിട്ടുണ്ട്. പക്ഷേ മുമ്പ് പറഞ്ഞ പോലെ നമ്പ്യാരെ മാതൃകയായിട്ട് സ്വീകരിച്ചുകൊണ്ട് പലതും അത് നമ്പ്യാരുടേതായിട്ട് പിൽക്കാലത്ത് ഗണിക്കപ്പെട്ടു. അപ്പോൾ ഏതൊക്കെയാണ് നമ്പ്യാരുടെ യഥാർത്ഥ കൃതികൾ എന്നതിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഹാകവി ഉള്ളൂരും ചില കൃതികളൊക്കെ പ്രത്യേകം എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഡോക്ടർ വി എസ് ശർമ്മ സാറ്, ഏവൂർ പരമേശ്വരൻ സാർ അവർക്ക് അതിനെ ഇത്ര കൃതികളൊക്കെയാണ്, അതിൻ്റെ സ്വഭാവ സവിശേഷതകളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്ര കൃതികൾ മാത്രമേ നമ്പ്യാരെ രചിച്ചിട്ടുള്ളൂ എന്നൊക്കെ അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാനും അതിനെക്കുറിച്ച് ഒരു ചെറിയ അന്വേഷണം നടത്തിയിട്ടുണ്ട്. എൻ്റെ നിരീക്ഷണത്തിൽ 37 കൃതികളാണ് കുഞ്ചൻ നമ്പ്യാർ രചിച്ചിട്ടുള്ളത്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അത് ഏതൊക്കെയാണെന്ന് ഞാനിവിടെ രേഖപ്പെടുത്തുന്നത്. അതായത് ഓട്ടൻതുള്ളൽ, ഘോഷയാത്ര, ഹിഡിംബവധം, കിരാതം, വിവാദ കവചവധം, പ്രദോഷ മഹാത്മ്യം, ഗോവർദ്ധന ചരിതം, രുക്മിണി സ്വയംവരം, സ്യമന്തകം, സത്യാസ്വയംവരം, രാമാനുചരിതം, ബാണയുദ്ധം, ചന്ദ്രാഗത ചരിതം, ശീലാവതി ചരിതം, അഹില്യാമോക്ഷം, സീതാസ്വയംവരം, രാവണോത്ഭവം, ബാലി വിജയം, കാർത്തവീര്യാർജുന വിജയം, നളചരിതം, പാത്രചരിതം. ഇത്രയും കൃതികളാണ് ഓട്ടൻ തുള്ളലുകൾ. പിന്നീട് അത് എഴുതിയ ശീതകൻ തുള്ളലുകൾ, കല്യാണ സൗഗന്ധികം, സുന്തോപസുന്തോപാഖ്യാനം, കാളിയമർദ്ദനം, ഹരിണി സ്വയംവരം, ബാല്യുത്ഭവം, മൃഗമോക്ഷം, ഹനുമതുത്ഭവം, പൗണ്ഡ്രകവധം, പറയന്തുള്ളൽ, വിജയേന്ദ്രമോക്ഷം, സഭാപ്രവേശം, ത്രിപുരദഹനം, കുംഭകർണവധം, ഉളുന്തി മോക്ഷം, പാഞ്ചാലി സ്വയംവരം, നാളായണീ ചരിതം, പഞ്ചേന്ദ്രോപാഖ്യാനം, കീചകവധം. ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ തുള്ളൽ കഥകളെന്നാണ് എൻ്റെതായ രീതിയിൽ ഞാൻ നടത്തിയൊരു പഠനത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഇവയിൽ ഏറ്റവും കൂടുതൽ പ്രചാരം കല്യാണ സൗഗന്ധികം തുള്ളലിനാണ് കിട്ടിയിട്ടുള്ളത്. അത് ശീതങ്കൻ തുള്ളലാണ്. അത് ഓട്ടൻ്റെ വേഷത്തിലാണ് അവതരിപ്പിച്ചിരുന്നത്. ഏറ്റവും പ്രചാരമുള്ള തുള്ളൽ കല്യാണ സൗഗന്ധികമാണ്. പിന്നെ രുക്മിണി സ്വയംവരം, സ്യമന്തകം, കിരാതം ഇവയൊക്കെ പ്രചാരമുള്ള തുള്ളലുകളാണ്. ഇത്രയാണ് തുള്ളലുകളെ കുറിച്ച് സാമാന്യമായിട്ട് പറയുന്നത്. ഇനി നമുക്ക് തുള്ളലിൻ്റെ രൂപഘടനയെക്കുറിച്ച് നോക്കാം. ഏത് സാഹിത്യത്തിനും അതിൻ്റെ ഒരു രൂപഘടനയുണ്ടല്ലോ. അപ്പോൾ കിളിപ്പാട്ടുകൾക്കുണ്ട്. കിളിപ്പാട്ടുകൾക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേ രീതിയിൽ പോകുന്ന കിളിപ്പാട്ടുകൾ. അതുപോലെ ചമ്പുകൾക്ക്, അതുപോലെ ഓരോ സാഹിത്യത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു നിയതമായൊരു രൂപഘടനയുണ്ട്. കഥകളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആട്ടക്കഥ, ശ്ലോകം, പദം, ദണ്ഡകം ഈ രീതിയിലാണ്. അതുപോലെ ഇതിനും ഒരു രൂപഘടനയുണ്ട്. അതിലാദ്യം ഇഷ്ടദേവത വന്ദനമാണ്. ഇഷ്ടദേവതാ വന്ദനം ആദ്യം ഗണപതി സ്തുതിയോടുകൂടിയാണ് അദ്ദേഹം. അത് സാധാരണ ഇഷ്ടദേവതാ വന്ദനം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ശ്ലോകത്തിൽ കഴിയുക എളുപ്പം തീർക്കുന്ന ഒന്നാണ്. പക്ഷേ നമ്പ്യാരുടെ പ്രത്യേകത വളരെ വിസ്തരിച്ചു. തുള്ളലിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം ഇഷ്ടദേവതാ വന്ദനം മാത്രമല്ല, തനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരെയും അനുസ്മരിക്കുന്നുണ്ട്. തൻ്റെ ഗുരുനാഥന്മാരെ അനുസ്മരിക്കുന്നുണ്ട്. തനിക്ക് സാമ്പത്തിക സഹായമൊക്കെ നൽകി പ്രോത്സാഹിപ്പിക്കുന്ന രാജാക്കന്മാരെ സ്മരിക്കുന്നുണ്ട്. മറ്റു പ്രമുഖ വ്യക്തികളെയൊക്കെ അദ്ദേഹം സ്മരിക്കുന്നു. പക്ഷെ ഇവയെല്ലാം വളരെ വിസ്തരിച്ച
ഒന്നോ രണ്ടോ വാക്കുകളിൽ ഒതുക്കി. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. അപ്പോൾ കല്യാണ സൗകര്യം തുള്ളലാണല്ലോ വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. അതിനകത്ത് ഇടവസ്തുതി ഇങ്ങനെയാണ്: കുലഗിരി സമാനായ കുലയാനത്തലവന്റെ കുലമെല്ലാം ഒരുമ്പോടെ കുല ചെയ്തോരു മാതാന്തൻ കുലുങ്ങാതെ കരിവേഷം കലർന്ന ശൂരവോടെ മലമകൾ പിടിയായി മലമൂട്ടിൽ രമിക്കുമ്പോൾ ഉലകിന്റെ ശുഭകർമ്മ ഫലമാശു വരുത്തുവാൻ അലസാതെ പിറന്നാശു ബാലനായിട്ടിരിക്കുന്നു പരദൈവം ഗണനാഥൻ കലവിയോടടി എൻ്റെ കലുഷത്തെ കളഞ്ഞാശു പല നേരം തുണയ്ക്കേണം കലയേഹം നമസ്കാരം കലയേഹം നമസ്കാരം. ഇങ്ങനെയാണ്. അത് ഗണപതി ഭഗവാൻ എന്നെ തുണയ്ക്കണം എന്ന് പറയുന്നതിന് പകരം എങ്ങനെയാണ് ഗണപതി ഭഗവാൻ ഉണ്ടായത്? പിന്നെ ആനയുടെ രൂപം സ്വീകരിച്ച് കാട്ടിൽ ലഭിക്കുന്ന അവസരത്തിൽ ലോകത്തിന്റെ നന്മയ്ക്കായിട്ട് എല്ലാ വിഘ്നങ്ങളും ഇല്ലാതാക്കുവാനായി സാക്ഷാൽ ഗണപതി അവതരിച്ചു. അദ്ദേഹം എൻ്റെ എല്ലാ വിഘ്നങ്ങളെയും ഇല്ലാതാക്കട്ടെ. ഇങ്ങനെ ഓരോന്നും വളരെ വിസ്തരിച്ചാണ് അദ്ദേഹത്തിന്റെ വന്ദനപരമായിട്ടുള്ള സന്ദർഭങ്ങൾ. എന്നാൽ അദ്ദേഹം ചെയ്യുന്നത് സമൂഹത്തിൽ നടമാടുന്ന കാര്യങ്ങളെ കുറിച്ച്, അതും ഇടയ്ക്ക് അദ്ദേഹം ബുദ്ധിച്ചിട്ടാണ്. അതും തനിക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികളെ കുറിച്ചൊക്കെ ഇവിടെ പറയാറുണ്ട്. തൻ്റെ കവിതയെ നിരന്തരം വിമർശിക്കുന്നവരെ കുറിച്ചൊക്കെ വളരെ നിശ്ചിതമായ ഭാഷയിൽ തന്നെ അത് എല്ലാ കഥകളിലും ഇല്ല, ചില കഥകളിൽ. പിന്നെ അടുത്തായിട്ട് പറയുന്ന ഈ കഥ പറയുന്നതിൽ തനിക്കുള്ള അർഹതയെക്കുറിച്ച്, ഈ കഥ പറയുന്നതിന് തനിക്കുള്ള അർഹത എന്താണ്? കാരണം ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ പലരും ചോദിച്ചിരിക്കാം, വിമർശകന്മാരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ചോദിക്കുന്നത്, താൻ ആരാണ്? കാര്യം താൻ പുരാണ കഥകളാണല്ലോ കൈകാര്യം, തനിക്ക് അതിനുള്ള അർഹത എന്താണ് എന്ന് ചോദിക്കുന്നവരോട് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. അത് കല്യാണ സൗകര്യത്തിലുള്ള തുടക്കത്തിൽ തന്നെ ഉണ്ട്. മുന്നം ഭഗീരഥൻ പാരം പണിപ്പെട്ട് മന്ദാകിനി ജലം കൊണ്ടുവന്നാദരാൾ. അതായത് മഹാന്മാരായിട്ടുള്ള ഈശ്വരന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ള കല്യാണ സൗന്ദര്യം എന്നുള്ള കഥ പറയാൻ തുടങ്ങുന്ന ഇവൻ ഒരു പോഷനല്ലേ എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. കാരണം എനിക്കതിനുള്ള അർഹതയുണ്ട്. കാരണം അതിന് ഉദാഹരണം അദ്ദേഹം പറയുന്നത്, പണ്ട് ഭഗീരഥൻ മന്ദാകിനി ജലത്തെ, ഗംഗാജലത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ തൻ്റെ പിതൃക്കൾക്ക് ശവമോക്ഷം നൽകിയത് മാത്രമല്ല, പിന്നീടുള്ളവരെല്ലാം അതിൽ മുങ്ങി മോക്ഷം സ്വീകരിക്കുന്നു. അതുപോലെ എനിക്കും പുരാണജ്ഞന്മാർ പറഞ്ഞിട്ടുള്ള കഥകൾ പറയുവാൻ എനിക്കും അധികാരമുണ്ട് എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നു. നാലാമത്തേതായിട്ട് അദ്ദേഹം കഥകൾ പറയുന്നതാണ്. കഥകൾ പറയുന്നതിനിടയിൽ പല ഉപകഥകൾ നടക്കുന്നു. അപ്പോൾ നേരിട്ട് കഥ തുടങ്ങുകയല്ല, നേരിട്ട് കഥ തുടങ്ങുന്ന ചില കഥകളൊക്കെ ഉണ്ട്. ഇപ്പൊ കാർത്തവീര്യാർജുനത്തുള്ളതൊക്കെ നേരിട്ട് കഥ തുടങ്ങുന്നതായിട്ടാണ്. അക്കാലങ്ങളിൽ അതിഭുജ വിക്രമധികൃത ചക്ര പരാക്രമനാകിയ ഭക്തഞ്ചരപതി രാവണൻ എന്നൊരു ശക്തൻ വന്നു പറന്നു ധരായ എന്ന് നേരിട്ട് കഥ ഇതിലേക്ക് കടക്കണം. പക്ഷേ എൻ്റെ അഭിപ്രായം, എൻ്റെ നിരീക്ഷണം, എൻ്റെ അഭിപ്രായം അത് അതിനു മുമ്പ് വർണ്ണന ശ്ലോകങ്ങൾ ഉണ്ടായിരിക്കണമെന്നാണ്. ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയിരിക്കാം. കാര്യം പെട്ടെന്ന് അങ്ങനെ ഒരു കഥ തുടങ്ങുന്ന രീതി നമ്പ്യാരുടെ എല്ലാ കൃതികളും കാണുന്നില്ല. വന്ദനത്തോടു കൂടിയല്ല അദ്ദേഹം കഥ തുടങ്ങുന്നത്. അപ്പോൾ അതിനു മുമ്പ് വർണ്ണന ശ്ലോകങ്ങൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ പകർത്തിയപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയതായിരിക്കാമെന്നാണ് എൻ്റെ മിക്ക കഥകളിലും ഇങ്ങനെ ഈ ഒരു രീതിയാണ് കാണുന്നത്. ഇത്രയും കഴിഞ്ഞാൽ കഥ പറയുന്നതിൽ തനിക്കുള്ള അർഹത അതിനെക്കുറിച്ച് വിശദീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ കഥ തുടങ്ങിയാണ്. മാത്രമല്ല ആ കഥയോട് ചേർത്ത് പല ഉപകഥകളും ഇദ്ദേഹം ഉപയോഗിക്കുന്നു. അപ്പോൾ ഉപകഥകൾക്ക് ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, ഘോഷയാത്ര പഠിക്കാനാണ് പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഘോഷയാത്രയിൽ പ്രധാന കഥകളോട് ചേർത്ത് അത് എൻ്റെ അഭിപ്രായത്തിൽ അത് കുത്തിൻ്റെ സ്വാധീനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ചാക്യാരുമായിട്ട് പിണങ്ങിയാണ് ഇതുണ്ടായത്. അത് സംഭവം എന്തായാലും തന്നെ കുത്തിൻ്റെ സ്വാധീനം നന്നായിട്ട്. ഒന്നാമത്തെ കാര്യം അതിലെ ഹാസ്യം, ആരെയും പരിഹസിക്കുക, മുമ്പിലുള്ളവരെ ചൂണ്ടി സംസാരിക്കുക, ഇതൊക്കെ കുത്തിൽ നിന്ന് കിട്ടിയതാണ്. പിന്നീട് സാഹിത്യത്തിന്റെ കാര്യം എടുക്കുന്നത് ആ കുത്തിന്റെ സ്വാധീനം നന്നായിട്ട് കാണുന്നു. നമ്മൾ പറഞ്ഞു വന്നത് കഥ തുടങ്ങുന്ന ഉപകഥകളുടെ കാര്യമാണല്ലോ പറഞ്ഞത്. അപ്പോൾ അതില് ഘോഷയാത്രയിലെ കഥ ദുര്യോധനാദികൾ
ഒരു ദൂതനെ നാട്ടിൽ വസിക്കുന്ന പാണ്ഡവരുടെ അടുക്കിലേക്ക് അയച്ച് അവരുടെ സ്ഥിതി എന്തെന്നറിയാനായിട്ട് വിടുന്നു. അദ്ദേഹം തിരിച്ചു വന്ന് കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ അവർ സസുഖം വസിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇദ്ദേഹം ആൾക്കാരെ വിട്ട് അവിടെയുള്ള ഇവർ നേരിട്ട് തന്നെയാണ് പോകുന്നത്, അവിടെയുള്ള കുളങ്ങളിലെല്ലാം വിഷം കലക്കി. അപ്പൊ ഇതറിഞ്ഞുകൊണ്ട് ഇന്ദ്രൻ, ദേവേന്ദ്രൻ, ചിത്രസേന എന്ന ഗന്ധർവനെ അവിടെ കഴിക്കുന്നു. ഗന്ധർവൻ തന്റെ സേനാംഗങ്ങളോടുകൂടി അവിടെ വന്നു ദുര്യോധനെയും കർണനെയും അതുപോലെ എല്ലാവരെയും പിടിച്ചു കെട്ടിക്കൊണ്ട്. അപ്പോ ധർമ്മപുത്രാദികളെ കൊല്ലാനായിട്ടാണ് അവർ വന്നത്. പക്ഷെ അവരപ്പോൾ നിലവിളിച്ചത് ധർമ്മപുത്രരെയും ഭീമസേനെയും ഒക്കെ അവരുടെയൊക്കെ പേര് വിളിച്ചുകൊണ്ടാണ് തങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോൾ ഭീമസേനൻ പറഞ്ഞു, നമുക്ക് രക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മളുടെ ശത്രുക്കളാണ്, അവർ നമ്മളെ കൊല്ലാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് എന്തായാലും ബാധ ഒഴിഞ്ഞല്ലോ, അവന്മാരെ പിടിച്ചു കെട്ടിക്കൊണ്ട് പോയല്ലോ, അതുകൊണ്ട് നമുക്കിനി ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, യുദ്ധം ഒഴിവാക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭീമൻ സമാധാനിച്ചപ്പോൾ ധർമ്മപുത്രർ പറഞ്ഞു പാടില്ല, കാരണം ഒരു പൊതുശത്രു, നമ്മൾ ശത്രുക്കളാണ്, പാണ്ഡവരും കൗരവരും തമ്മിൽ ശത്രുക്കളാണെങ്കിൽ ഒരു പൊതുശത്രു വരുമ്പോൾ നമ്മൾ 105 പേരാണ്. അതിന് അദ്ദേഹം ഒരു കഥ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ആ കഥ നമുക്ക് അറിയാം, ഒരു പൂച്ചയുടെ കഥയാണ്. ഒരു പൂച്ച, ഒരു മാർജാരൻ വനഭൂമി രാത്രിയിൽ ഇരയും തേടി നടക്കുന്ന നേരം തരസാജെന്നൊരു വലയിൽ ചടുത്തൊരു കഥയാണ്. ഇത് പിന്നെ ഭീമസേന് പറഞ്ഞു കൊടുക്കുന്നതാണ്, ഭീമസേനും അർജുനും പറഞ്ഞു കൊടുക്കുന്നതാണ്. അതായത് ഒരിക്കൽ ഒരു പൂച്ച വിശന്ന് വലഞ്ഞ് കാട്ടാളന്മാർ വെച്ച വലയിൽ വീണു. അങ്ങനെ പൂച്ച വലഞ്ഞപ്പോൾ ഒരു എലിയാണ് രക്ഷിച്ചത്. എലിക്കറിയാം പൂച്ച തൻ്റെ ശത്രുവാണ്, എങ്കിലും എലി ആ വല കടിച്ചു മുറിച്ച് അതിനെ രക്ഷിച്ച ശേഷം അവസാനത്തെ കണ്ണിയും മുറിച്ച് എലി പെട്ടെന്ന് തൻ്റെ മാളത്തിൽ വിളിച്ചു. കാര്യം എലിക്കറിയാം പൂച്ച തന്നെ പിടിക്കുന്നു. ഇങ്ങനെ കുറേ നാൾ ഇങ്ങനെ കഴിഞ്ഞു. ഒരു ദിവസം പൂച്ച വിശന്നിങ്ങനെ അതുവഴി വന്നു. എന്നിട്ട് മൂഷികൻ വസിക്കുന്ന ആ മാളത്തിൻ്റെ അടുത്ത് ചോദിച്ചു, പണ്ടുപകാരം ചെയ്തൊരു മൂഷികൻ ഉണ്ടോ സൂക്ഷിക്കണം തന്നെ ഇതാണ്. പണ്ട് എനിക്ക് ഉപകാരം ചെയ്ത ആ മൂഷികൻ ഇതിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മൂഷികൻ പറഞ്ഞു, പണ്ട് ഞാനും നീയും തമ്മിൽ സഖ്യം ചെയ്തു. ഇങ്ങനെ പറയുന്നത്, പൂശകനാം നീ പൂശകനിനിമേൽ, മൂഷികനാ ഞാൻ മൂഷികൻ. നീ പൂച്ചയുമാണ്. പൂശകൻ എന്നുള്ളത് നമ്പ്യാര് ഫോം ചെയ്തൊരു വാക്കാണ്, ഉണ്ടാക്കിയ വാക്കാണ്. പൂച്ച എന്ന് വെച്ചാൽ പൂച്ച എന്നർത്ഥമില്ല, പക്ഷെ നമ്പ്യാര് ഉണ്ടാക്കിയെടുത്തൊരു വാക്കാണ് പൂച്ച. അപ്പൊ നീ പൂച്ചയാണ്, ഞാൻ എലിയുമാണ്. നമ്മൾ തമ്മിൽ ഇപ്പോഴും ശത്രുക്കൾ തന്നെയാണ്. നമ്മൾ തമ്മിൽ ബന്ധുത്വം ഉണ്ടായിരുന്നു, അതോടുകൂടി ഇപ്പോഴും നമ്മൾ ശത്രുക്കൾ തന്നെയാണ്. അതുകൊണ്ട് നിനക്ക് പോകാം എന്ന് പറഞ്ഞ് പൂച്ചയെ പറഞ്ഞു വിടുന്നുണ്ട്. ഈ കഥ ധർമ്മപുത്രർ പറയുന്നത്, ഇപ്പോൾ നമ്മൾക്കൊരു പൊതുശത്രു വന്നപ്പോൾ നമുക്ക് അവരെ സഹായിക്കേണ്ടിയിരിക്കുന്നു, എന്നാൽ പിന്നീട് അത് കഴിയുമ്പോൾ അവർ നമ്മുടെ ശത്രുക്കൾ തന്നെയാണ്. ഈ ഒരു കഥ പറഞ്ഞ് അത് സാധൂകരിച്ച് അവരെ കർമ്മനിരതരാക്കിയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പല പല ഉപകഥകൾ നമുക്ക് തുള്ളൽ കഥകൾ കാണാം. ഇത് എല്ലാം കൂത്തിന്റെ സ്വാധീനം കൊണ്ടാണ്. പണ്ട് കൂത്ത് 40 ദിവസം കൊണ്ടൊക്കെയാണ് നടത്തുന്നതാണ് പറയുന്നത്. കാര്യം ഒരു ദിവസം കൊണ്ട് അതിൻ്റെ ഒരു ഭാഗം മാത്രമേ അതൊക്കെയുള്ളൂ. ഇതുപോലെ പല ഉപകഥകളും നാട്ടിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങളിലെല്ലാം ചാക്യാന്മാർ കൈകാര്യം അതിനെക്കുറിച്ചെല്ലാം വിശദീകരിച്ച് വളരെ ഹാസ്യരൂപേണ അവതരിപ്പിച്ചുകൊണ്ടാണ്. എന്തായാലും ഇത് നമ്പ്യാരെ സ്വാധീനിക്കാതിരിക്കില്ല. അപ്പോൾ കൂത്തിന്റെ സ്വാധീനം ഹാസ്യ വിഷയത്തിൽ ഇപ്പൊ പറഞ്ഞ ഈ കഥകളുടെ വിഷയത്തിലെല്ലാം നന്നായിട്ട് തുള്ളൽ കഥകൾ കാണാൻ നമുക്ക് സാധിക്കും. അടുത്തതായിട്ട് ഇതിൻ്റെ സാഹിത്യത്തെ കുറിച്ചാണ്. അത് പരിഗണിക്കുമ്പോൾ നമുക്ക് ആദ്യമായി നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത് ഇതിലെ വൈചിത്ര്യമുള്ള വൃത്തങ്ങളാണ്. അതിൻ്റെ രൂപം കൂടെ നമ്മൾ നോക്കണമല്ലോ. ഈ കാലഘട്ടത്തിൽ വൃത്തത്തിന് അത്ര പ്രസക്തി, കവിതയ്ക്ക് വൃത്തത്തിന് അത്ര പ്രസക്തി ഒന്നും ഇല്ലെങ്കിൽ തന്നെ വൃത്തത്തിന് വളരെ പ്രസക്തിയുള്ള കാലഘട്ടമായിരുന്നു. ഓരോ ഭാവത്തെയും വ്യക്തമാക്കുന്ന ഓരോരോ വൃത്തങ്ങൾ ഉണ്ടെന്ന് തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട്. ഭാഷാവൃത്തങ്ങൾ, പ്രായണ ഭാഷാവൃത്തങ്ങൾ, തമിഴിൻ്റെ വൈദ്യുതാൻ എന്നൊക്കെ രാജരാജ പറഞ്ഞ ഈ ഭാഷാവൃത്തങ്ങൾ നമ്പ്യാർക്ക് മുമ്പും, അതായത് രാമചരിത കാലഘട്ടത്തോളം അതിന് പഴക്കമുണ്ട്. പക്ഷേ രാമചരിത കാലഘട്ടത്തിൽ അതിൻ്റെ പൂർവ്വ രൂപങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അതിനൊരു വ്യക്തിത്വം ഉണ്ടാകുന്ന എഴുത്തച്ഛനോട് കൂടിയാണ്. പിന്നീട് നമ്പ്യാരിൽ കൂടി നമ്പ്യാരുടെ കൃതികൾ മാത്രം കാണുന്ന വൃത്തങ്ങളുണ്ട്. അതുകൊണ്ടാണ് AR രാജരാജവർമ്മ തുള്ളൽ വൃത്തങ്ങളെന്നും
പിന്നെ വെളിപ്പാട്ട് വൃത്തങ്ങൾ, തുള്ളൽ വൃത്തങ്ങൾ, രാമായണം 24 വൃത്തത്തിൽ കാണുന്ന വൃത്തങ്ങൾ എന്ന് പ്രത്യേകം അതിനെ വർഗീകരിച്ച് തൻ്റെ വൃത്തമഞ്ജരിയിൽ വിശദമായിട്ട് കുറിച്ച് പഠിക്കുന്നു. അപ്പോൾ തുള്ളൽ വൃത്തത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഭാഷാവൃത്തങ്ങൾ ഇദ്ദേഹം കൂടുതൽ കൈകാര്യം ചെയ്തിട്ടുള്ള വൃത്തങ്ങളെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. തരങ്കിണി, ഊനതരങ്കിണി, കാകളി, വക്രം, മല്ലിക തുടങ്ങിയ വൃത്തങ്ങൾ. ഇതിൽ തരങ്കിണി കൂടുതലും ഓട്ടം തുള്ളലാണ്. തരങ്കിണിക്ക് ഓട്ടൻ തന്നെ എന്നൊരു പേര് തന്നെയുണ്ട്. അതായത് തരങ്കിണി എന്ന വൃത്തത്തിന് രാജരാജവർമ്മ ദിമാത്രം ഗണമട്ടെണ്ണം വിധിമധ്യം തരങ്കിണി എന്നാണല്ലോ ലക്ഷണം കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് പൗന്യ നെടുങ്ങാടി തന്റെ കേരള കൗമുദിയിൽ തരങ്കിണിക്ക് ലക്ഷണം, പക്ഷെ അതിന് അദ്ദേഹം തരങ്കിണി എന്നല്ല പേരിടുന്നത്, ഓട്ടൻ എന്നാണ്. ആ വൃത്തത്തിന് ഓട്ടൻ, അതായത് ഓട്ടം തുള്ളിൽ കൂടുതൽ ഉപയോഗിക്കുന്ന വൃത്തം എന്ന അർത്ഥത്തിലാണ് പൗന്യ നെടുങ്ങാടി അങ്ങനെ ലക്ഷണം നിർദ്ദേശിച്ചത്. അപ്പോൾ തരങ്കിണി വൃത്തത്തിന് ഓട്ടം തുള്ളിൽ വളരെ പ്രാധാന്യം. അതുപോലെ ഊനതരങ്കിണി, കാകളി, കാകളി കിളിപ്പാട്ട് വൃത്തം എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ കാകളി തുള്ളൽ കൃതികളും ധാരാളം കാണുന്നു. മറ്റേ ഇതിലെ പച്ചക്കദളി കുലകൾക്കിടയിൽ കാകളിയാണല്ലോ. അതുപോലെ മല്ലിക തുടങ്ങിയ വൃത്തങ്ങൾ അങ്ങനെ രൂപപരമായിട്ട്. പിന്നെ കൂടാതെ ശ്ലോകങ്ങളുണ്ട്, ശ്ലോകങ്ങള് അതുപോലെ രാഗങ്ങളെ കുറിച്ചുള്ള പരാമർശം. ഇതില് ഗാനരൂപത്തിലുള്ള ചില ഭാഗങ്ങൾ, അതായത് പല്ലവി, അനുപല്ലവി, ചരണങ്ങൾ. ഈ രീതിയിലുള്ള ഒരു ക്രമം നമുക്ക് കിട്ടുന്നത് ആട്ടക്കഥകളുടെ കാലത്തോട് ഏകദേശം 17-ാം ശതകത്തോടു കൂടിയാണല്ലോ ആട്ടക്കഥകൾ മലയാളത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ കർണാടക സംഗീതത്തിലെ പുരന്ദരദാസന്റെ കാലഘട്ടം ഏകദേശം 17-ാം ശതകത്തിന് മുമ്പായിട്ട് വരും. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ കഥകളിയിലെ ആദ്യ കൃതിയായ രാമനാട്ടത്തിന്റെ കർത്താവായ കൊട്ടാരക്കര തമ്പുരാന് ഈ സംഗീതത്തെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാവുന്ന അദ്ദേഹം സ്വീകരിച്ച രാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. നമ്പ്യാരുടെ കാലഘട്ടമായപ്പോഴത്തേക്ക് അത് കൂടുതൽ ജനകീയമായി തീർന്നു. പ്രത്യേകിച്ച് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ സംഗീതത്തിനൊക്കെ പ്രാധാന്യം കൂടുതൽ കൊടുത്തിരുന്നു. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്ന പല്ലവി, അനുപല്ലവി, ചരണം എന്നുള്ള ആ ക്രമം ആട്ടക്കഥാ സാഹിത്യം കഴിഞ്ഞ് നമുക്ക് പിന്നെ കാണാൻ സാധിക്കുന്ന തുള്ളലാണ്. 18-ാം ശതകത്തിൽ അല്ലെങ്കിൽ 17-ാം ശതകത്തിന്റെ അവസാന പാദത്തിൽ വിധിക്കപ്പെട്ട തുള്ളലാണ് പല്ലവി, അനുപല്ലവി, ചരണം. കൂടാതെ സംസ്കൃത ശ്ലോകങ്ങളുണ്ട്. അതുപോലെ ഇന്ന് കർണാടക സംഗീതത്തിൽ പ്രയോഗിക്കുന്ന പല രാഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ ചില തുള്ളൽ അവതരിപ്പിക്കുന്ന കലാകാരന്മാരൊന്നും ചിലർക്ക് എന്തൊക്കെ വിട്ടുകളയും. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. പക്ഷേങ്കിലും തുള്ളൽ പദ കച്ചേരി എന്നൊരു കലാരൂപം കഥകളിപ്പദ കച്ചേരി പോലെ തന്നെ അവതരിപ്പിക്കപ്പെട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അത്ര ജനകീയമല്ലെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ മാത്രമല്ല, താളങ്ങള് ഇവയെല്ലാം തുള്ളൽ കൃതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പറഞ്ഞു വന്ന തുള്ളലിന്റെ രൂപഘടന എന്ന് പറയുന്നത് ആദ്യന്തം ഒരേ രീതിയിലല്ല. പിന്നെ വ്യത്യസ്തമായിട്ടുള്ള പല രീതിയിൽ നടക്കെ ശ്ലോകങ്ങളുണ്ട്. ചില സംസ്കൃത ശ്ലോകങ്ങളൊക്കെ ഇതിനകത്ത് ഇടയ്ക്ക് ചേർക്കുന്നുണ്ട്. പക്ഷേ സംസ്കൃത ശ്ലോകങ്ങൾ ചേർക്കുന്നതല്ല, അദ്ദേഹം അതിന്റെ അർത്ഥവും കൂടി പറയും. അത് പിന്നീട് പറയാം, അതിന്റെ ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ രീതി. അടുത്തായിട്ട് തുള്ളലിലെ സാഹിത്യത്തെ കുറിച്ചാണ്. തുള്ളൽ നമ്മൾ ഓർക്കുന്നത് തന്നെ ഇതിന്റെ സാഹിത്യം വെച്ചാണ്. നമുക്ക് ടെസ്റ്റായിട്ട് പഠിക്കാനായിട്ട് യൂണിവേഴ്സിറ്റി വെക്കുന്നതിന്റെ അതിന്റെ സാഹിത്യ മൂല്യം കണ്ടുകൊണ്ടാണല്ലോ. അതിന്റെ നാട്യപരമായിട്ടുള്ള അംശത്തെ നമ്മൾ അവഗണിക്കുകയാണ് പതിവ്. അപ്പോൾ അതിന്റെ സാഹിത്യ അംശത്തിനാണ് സാധാരണ ജനങ്ങൾക്കിടയിലും അത് കൂടുതൽ പ്രചരിച്ചത് തുള്ളൽ കൃതികളിലെ സാഹിത്യപരമായിട്ടുള്ള മേന്മ മുൻനിർത്തിയാണ്. അപ്പൊ ഇദ്ദേഹത്തിനും സാഹിത്യത്തെ കുറിച്ച് ചില കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ തുള്ളലിന് വേണ്ടി രചിക്കുന്ന ഒരു കൃതി അത് സാഹിത്യ സമ്പൂർണ്ണമാവണമെന്നില്ല. കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അതിലെന്തിനാ ഈ സാഹിത്യം? വൃത്തം എന്തിനാ? അലങ്കാരം എന്തിനാ? അത് മഹാകാവ്യങ്ങളിലോ അങ്ങനെയുള്ള കാവ്യങ്ങളിലൊക്കെ പോരെ. പക്ഷെ അതല്ല, ദൃശ്യകലകൾക്കും അവയ്ക്കുണ്ടാകുന്ന സാഹിത്യത്തിനും എന്ത് വേണം? ഈ പ്രാചീനാചാര്യന്മാർ പറഞ്ഞിട്ടുള്ള എല്ലാ മേന്മകളും ഉണ്ടായിരിക്കണം എന്ന് നിഷ്കർഷമുണ്ട്. ആട്ടക്കഥാ സാഹിത്യത്തിൽ അതുണ്ടായിരുന്നു. ഇപ്പോൾ കോട്ടയം തമ്പുരാൻ സുലളിത പദവിന്യാസ രുചിരാലങ്കാരശാലിനി മധുര ലാഭി ഗഹനഭാവ എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ നായി വാര്യർ നളയത് വംശത്തിന്റെ അവസാനം സരസ്വതിയെ കൊണ്ട് പറയുന്നുണ്ട്. കനക്കും അർത്ഥവും സുധകണക്ക പദനിരയും അനർഗളം യമകവും അനുപ്രാസം ഉപാധി ഇണക്കം കലർന്നിരുന്നും എനിക്ക്. അപ്പൊ നാട്യപ്രബന്ധ കർത്താക്കൾക്കൊക്കെ സാഹിത്യത്തെക്കുറിച്ച് തനതായ കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു. വെറും അഭിനയത്തിന് വേണ്ടി മാത്രമല്ല ഈ പ്രബന്ധങ്ങൾ എഴുതുന്നത് എന്നുള്ളൊരു ബോധം അവർക്ക് ഉണ്ടായിരുന്നു.
ഈ ഒരു ബോധം നന്നായിട്ട് പ്രത്യേകിച്ച് ഭാരതീയ കാവ്യശാസ്ത്രങ്ങളുമായിട്ട് ഗാഠബന്ധം ഉണ്ടായിരുന്ന പുരാണങ്ങളുമായിട്ട് ഒക്കെ ഗാഠബന്ധം ഉണ്ടായിരുന്ന നമ്പ്യാർക്ക് ഈ ഒരു ബോധം നന്നായിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പഞ്ചേന്ദ്രോപാഖ്യാനത്തിനുള്ളിൽ എങ്ങനെയാണ് കവിത, എന്താണ് കവിത എന്നുള്ളത് അത് ഞാനിവിടെ ഇങ്ങനെയാണ്. മാധുര്യ ഗുണങ്ങളും അക്ഷര വ്യക്തിയും വേണം, സാധുത്വം പദങ്ങൾക്ക് സതതം സംഭവിക്കണം, ബോധിപ്പിപ്പതിനുള്ള കുശലത്വം അതും വേണം, ബോധമുള്ളവർക്കുള്ളിൽ ബഹുമാനം വരുത്തണം, ഹാസത്തിനൊരു മാർഗം ചിലത് കീഴതും വേണം, വാസനയ്ക്കൊത്ത പോലെ ജനപ്രക്രമം വേണം. അപ്പൊ ഇതിനകത്ത് ഓരോ കാര്യം മാധുര്യ ഗുണങ്ങൾ, മാധുര്യാദി ഗുണങ്ങൾ, അക്ഷരസ്ഫുടത ഉണ്ടായിരിക്കണം, സാധുത്വം പദങ്ങൾക്ക് സാധുത്വം ഉണ്ടായിരിക്കണം, മാത്രമല്ല ബോധിപ്പിപ്പതിനുള്ള കുശലത്വം അതും വേണം. അത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കുശലത്വം കൂടി വേണം. അല്ലാതെ ഇപ്പോഴത്തെ കവിത പോലെ ആകരുത്, ആർക്കൊന്നും പിടികിട്ടാത്താവരുത്. ബോധിപ്പിപ്പതിനുള്ള കുശലത്വം അതും വേണം, ബോധമുള്ളവർക്കുള്ളിൽ ബഹുമാനം വരുത്തണം, സഹൃദയന്മാർക്ക് ബഹുമാനം ഉണ്ടാവണം. മാത്രമല്ല സർവോപരി എന്ത് വേണം, ഹാസത്തിനൊരു മാർഗം, ഹാസ്യം ഉണ്ടായിരിക്കണം. ഇത് പറഞ്ഞിട്ടുള്ള ഒരു കവി നമ്പ്യാർ മാത്രമാണ്. കവിത രചിക്കുന്നുവോ അതിലെന്തുണ്ടാവണം, ഹാസ്യം. ഇതൊരു കാഴ്ചപ്പാട് മറ്റ് കവികളിൽ നിന്നും നമ്പ്യാരെ വ്യത്യസ്തമാണ്. അതാണ് തുള്ളൽ കൃതികൾ അറിയപ്പെടുവാൻ ഒരു കാരണവും കൂടി അതാണല്ലോ. അതിലെ ഹാസ്യമാണല്ലോ ഒരു സുപ്രധാന ഘടകം. നമുക്ക് അടുത്ത ഇതിലേക്ക് കിടക്കാം. സാഹിത്യ ഗുണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇത് എത്രമാത്രം നമ്പ്യാരുടെ കൃതികൾ കാണുന്നു. ഞാൻ അത്ര വിശദമായിട്ട് പറയുന്നില്ല. വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള 2 കൃതികളെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. കല്യാണ സൗന്ദര്യവും ഘോഷയാത്രയുമാണെന്ന് തോന്നുന്നു. അതിലെല്ലാം ഇത് വേണ്ട വിധം തെളിഞ്ഞ് വിളങ്ങുന്നുണ്ട്. ചിലതൊക്കെ ഞാൻ ഉദാഹരിച്ചു, ഇനി ഞാൻ ഇതിൻ്റെ ഭാഗം കൂടി ഉദാഹരിക്കാം. പ്രത്യേകിച്ച് ശബ്ദാലങ്കാരങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം. ശബ്ദാലങ്കാരങ്ങൾ പ്രാധാന്യം കൊടുക്കാം. നമ്മൾ ഭാഷാഭൂഷണത്തിലൊക്കെ അത് പിന്നീട് പഠിക്കും. അനുപ്രാസം ഇത്യാദി, ആദിപ്രാസം, അന്ത്യപ്രാസം, ദ്വിതീയാക്ഷപ്രാസത്തെ കുറിച്ച് വലിയ കോലാഹലം ഒക്കെ ഉണ്ടായിട്ടുള്ളതായിട്ട് നമ്മൾ സാഹിത്യത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ശബ്ദാലങ്കാരങ്ങൾക്ക് പണ്ട് മുതലേ കവികൾ പ്രാധാന്യം കൊടുക്കുന്നു. അപ്പോൾ യതുക, ഗ്രന്ഥ സംഘാതാക്ഷം എന്ന് പറഞ്ഞ യതുക മോനവൃത്ത വിശേഷം, അതിൽ യതുക എന്ന് പറയുന്നത് മോന എന്ന് പറയുന്ന 2 പ്രാസങ്ങൾ. ഈ ശബ്ദാലങ്കാരങ്ങൾക്ക് അദ്ദേഹം വളരെയധികം പ്രാധാന്യം കൊടുക്കും. അപ്പൊ ഈ ശബ്ദാലങ്കാരങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുമ്പോഴത് വേണ്ടത്ര ഔചിത്യം പോലും അദ്ദേഹം നോക്കത്തില്ല. ഞാനിപ്പോൾ ഒരു ഉദാഹരണം കിരാതം തുള്ളലിൽ അദ്ദേഹം ഉദാഹരണത്തിന് വേണ്ടി അതായത് ഞാൻ പറയുന്നത് നായാട്ട് വർണ്ണന അദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതിൽ കുറെ നായ്ക്കളുടെ കാര്യം പറയുന്നത്. നായ്ക്കളെ കുറിച്ച് നായാട്ടിന് പണ്ട് ഇവരെ സഹായിക്കാനായിട്ട് നായ്ക്കളെ പരിശീലിപ്പിക്കുന്നു. അങ്ങനെ കുറെ നായ്ക്കളെ ഇങ്ങനെ പറയുന്നു: ചാത്തച്ചാരുടെ ചാത്തന്നായും തൊമ്മച്ചാരുടെ തൊമ്മന്നായും കോരച്ചാരുടെ വീരന്നായും കണ്ടച്ചാരുടെ കണ്ടന്നായും. ഇതെല്ലാം ആ നായ്ക്കളുടെ യജമാന്മാരുടെ പേരുമായിട്ട് വളരെ സംബന്ധിക്കും. അങ്ങനെ യജമാന്മാരുടെ പേരെന്തായാലും പട്ടിക്ക് തോന്നുന്നില്ല. ഇത് നമ്പ്യാരുടെ പ്രാസക്രമത്തിന് ഉദാഹരണമാണ്. അതുപോലെ ഓരോ ഭാഗം എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രാസം കൊണ്ട് സമ്പുഷ്ടമാണ് നമ്പ്യാരുടെ കൃതികൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് ഇതിലെ അലങ്കാരങ്ങളെക്കുറിച്ചാണ്. അലങ്കാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിരവധി ഉദാഹരണങ്ങളുണ്ട്. പ്രധാനമാണ് പല ഭാഗങ്ങളും. ഉപമാവിപ്രക്ഷ, രൂപകം തുടങ്ങിയ അലങ്കാരങ്ങൾ, തുടങ്ങിയ അലങ്കാരങ്ങൾക്കെല്ലാം നിദർശനങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കൃതികൾ കാണാം. ഞാനത് കൂടുതൽ വിസ്തരിക്കുന്നില്ല. ഇനിയും അടുത്തതായിട്ട് പറയുന്നത് ഭാഷയെക്കുറിച്ചാണ്. ഭാഷയിൽ ഇത്രമാത്രം നിഷ്കർഷ ഉയർത്തിയത്, ഭാഷ ഇന്ന രൂപത്തിലാകണം എന്ന് വ്യക്തമായി പറഞ്ഞ് അത് തുള്ളൽ കൃതികൾ കൂടി പ്രായോഗികമാക്കിയ ഒരു കവി മലയാളത്തിൽ വേറെ ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം തൻ്റെ ഒരു തുള്ളൽ കൃതിയിൽ പ്രകാരം പറയുന്നത് ഇങ്ങനെയാണ്. അതായത് സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന വിധത്തിൽ രൂപപ്പെടുത്തിയ കലാരൂപമാണല്ലോ തുള്ളൽ. ഇതിന് ലളിതമായ വേഷവും ചടങ്ങുകളുമാണുള്ളത്. തുള്ളൽ കഥയിലെ ഭാഷയും കഴിയുന്നത്ര ലളിതമാക്കാൻ നമ്പ്യാർ അദ്ദേഹം ഇങ്ങനെ പറയുന്നു: കടജനങ്ങളുടെ സഭയിലുള്ളൊരു പടയണിക്കിക ചേരുവാൻ
പടിവി എന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിതം വരൂ. കടുപടപ്പൊട് കഠിന സംസ്കൃത വികട കവി കയറിയാൽ കടജനങ്ങൾ ധരിക്കയില്ല. തിരിക്കുമൊക്കെയുമേറ്റുടൻ ഭാഷയേറി വരുന്ന നല്ല മണിപ്രവാളം അതെങ്കിലോ ഭൂഷണം വരുവാനില്ല, വിശേഷഭൂഷണമായി വരും. അതാണ് ഭാഷയേറി വരുന്ന മണിപ്രവാളമായി കടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്ക് ചേരുവാൻ വടിവി എന്നൊരു ചാരു കേരള ഭാഷ. ചാരു കേരള ഭാഷ, ആ കേരള ഭാഷയുടെ വ്യക്തിത്വം അത്ര വ്യക്തമായിട്ട് സ്ഫുടമായിട്ട് ആദ്യമായിട്ട് പച്ചയായിട്ട് പറഞ്ഞ കവി കുഞ്ചൻനമ്പ്യാരാണ്. അതാണ് ഇത് തൻ്റെ കൃതിയിൽ കൂടി പ്രായോഗികമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളതാണ്. കാരണം സംസ്കൃതം സാധാരണക്കാർക്ക് മനസ്സിലാവുകയില്ല. അതാണ് ഇതിനകത്ത് തന്നെ പറയുന്നുണ്ടല്ലോ, ഇതിനകത്ത് പറയുന്നു അന്നത്തെ സംസ്കൃതക്കാർക്കൊന്നും അത് രുചി കാണത്തില്ല. കടുപടപ്പട് കഠിന സംസ്കൃത വികട കടുകവി എന്നാണ് പറഞ്ഞത്. അദ്ദേഹം സംസ്കൃത കവികൾ രചിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിലും ഇപ്പോൾ അദ്ദേഹം സംസ്കൃതത്തെ പ്രതികൂട്ടിൽ നിർത്തുകയാണ്. സാധാരണക്കാർക്ക് അത് മനസ്സിലാവില്ല. എന്നാൽ അദ്ദേഹം ചില ശ്ലോകങ്ങളൊക്കെ സംസ്കൃതത്തിൽ രചിച്ചിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലെല്ലാം അദ്ദേഹം അതിൻ്റെ മലയാളം കൂടി പറഞ്ഞിട്ടുണ്ട്. അതാണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ സംസ്കൃതത്തിൽ ഒരു ശ്ലോകം പറഞ്ഞു, പക്ഷേ സാധാരണക്കാർക്ക് മനസ്സിലായില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് അതിൻ്റെ മലയാളം കൂടി ഞാൻ പറയണം. ഘോഷയാത്രയിൽ അദ്ദേഹം ഒരു ഉദാഹരണമായിട്ടൊരു ശ്ലോകമുണ്ട്. ഞാനൊരു സമയം ഉണ്ടെങ്കിൽ പിന്നീട് വിശദീകരിക്കാം. പിന്നീട് അടുത്തായിട്ട് പറയാനുള്ളത് ഹാസ്യത്തെക്കുറിച്ചാണ്. ഇത്ര നിർഭയനായ ഒരു കവി മലയാളത്തിലെന്നല്ല ഇന്ത്യൻ സാഹിത്യത്തിൽ തന്നെ ഉണ്ടോ എന്ന് സംശയമാണ്. ഇത്ര നിർഭയത്വം, പ്രത്യേകിച്ച് രാജഭരണകാലത്ത്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ളൊരു കഥയുണ്ടല്ലോ, എല്ലാ എന്താണ് മാർത്താണ്ഡവർമ്മ പണിയിച്ചൊരു ദീപസ്തംഭത്തെക്കുറിച്ച് പലരും എഴുതി. നമ്പ്യാരെ ശ്ലോകം വരും. പക്ഷെ അദ്ദേഹം എഴുതിയ ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം വേണം. അതായത് എല്ലാ കവികളും രാജാവിനെ സ്തുതിച്ചുകൊണ്ടാണ് കവിത എഴുതിയിരിക്കുന്നത്. നമുക്കും പണം കിട്ടണം എന്നുള്ള വിചാരം മാത്രമേ എല്ലാവർക്കും ഉള്ളൂ എന്ന് അത്ര സ്പഷ്ടമായിട്ട് പറയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ധൈര്യത്തെ സമ്മതിക്കണം. പ്രത്യേകിച്ചെന്നും രാജഭരണമാണെന്ന് ഓർക്കണം. അദ്ദേഹം രാജാവിൻ്റെ തണലിലാണ് കഴിയുന്നതെന്ന്. ഹാസ്യ വിഷയത്തിൽ ആരെയും കൂസാതെ അദ്ദേഹം എന്തും പറയുന്നതിൽ അതൊരു മടിയും കാണിച്ചിരുന്നു. അതിനുള്ള അവസരങ്ങളെല്ലാം തൻ്റെ കൃതിയിൽ അദ്ദേഹം സൃഷ്ടിച്ചെടുക്കുമായിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇതിന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കൃത്യൻ്റെ സ്വാധീനം നന്നായിട്ടുണ്ട്. ഇതിൽ ചാക്യാന്മാർക്ക് ആരെയും എന്തും കളിയാക്കാം എന്നൊക്കെ പ്രസിദ്ധമാണ്. ഇന്നും ഇത് പ്രചാരത്തിലുണ്ടല്ലോ. അതായിരിക്കാം നമ്പ്യാരെ കൂടുതൽ സ്വാധീനിച്ചു എന്ന്. ഇത്ര നിർഭയനായ ഒരു കവിയെ നമുക്ക് ഇതര സാഹിത്യത്തിൽ കണ്ടുകിട്ടാൻ. അതുമാത്രമല്ല ഇതിലെ കേരളീയതയാണ് കേരളീയതയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സാഹിത്യ ചരിത്രം പരിശോധിക്കുമ്പോൾ, മലയാള കവിതാ ചരിത്രം പരിശോധിക്കുമ്പോൾ ചമ്പുക്കളുണ്ട് ഇതിൻ്റെ അവബോധമായിട്ട് എടുത്ത് പറയാം. ചമ്പുക്കളിലെ നീണ്ട ഗദ്യഭാഗങ്ങളുണ്ടല്ലോ, പ്രത്യേകിച്ച് മധ്യകാല ചമ്പുക്കളിൽ. അതിൽ കേരളീയത വ്യക്തമാക്കുന്ന ചില സന്ദർഭങ്ങളൊക്കെ നമ്മൾ കാണാൻ സാധിക്കും. എന്നാൽ മനഃപൂർവ്വം അതിനുള്ള സന്ദർഭം ഉണ്ടാക്കി അവിടെ എല്ലാം കേരളീയത കുത്തിച്ചേർത്തുന്ന ആ രീതി നമ്പ്യാരുടെ തുള്ളൽകൃതിയിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. അപ്പോൾ ദേവലോകത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും അവിടെ കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരാഘോഷത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു, അത് തിരുവിതാംകൂറിൽ നടത്തുന്ന ആഘോഷമായിട്ട് നമുക്ക് സമയമാണ്. ഇങ്ങനെ പല പല കാര്യങ്ങളിലും കേരളീയത, കേരളത്തിൻ്റെ തനിമയെ വ്യക്തമാക്കുന്ന പല പല കാര്യങ്ങൾ. ഉദാഹരണം സദ്യവർണ്ണ തന്നെ എടുക്കുക. സദ്യവർണ്ണ അദ്ദേഹം സദ്യപ്രിയനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ളൊരു പുസ്തകം തന്നെ ഉണ്ടല്ലോ, ചമ്പക നാട്ടിലെ എന്താണ് അമ്പലപ്പുഴയിലെ ഊണിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ളൊരു പുസ്തകം തന്നെയുണ്ട്. അത് ഞാനിവിടെ വിശദാക്കുന്നില്ല, ആ സമയത്തിൻ്റെ പരിമിതി മൂലം. അപ്പോൾ അങ്ങനെ ഈ സദ്യപ്രിയനായിരുന്നു അദ്ദേഹം. അപ്പോൾ സദ്യത്തിൻ്റെ പച്ചടി, കിച്ചടി, കിച്ചടി, വേപ്പില, മാങ്ങ, നാരങ്ങ, അക്കടി, പുളി, ഇതെല്ലാം ദേവലോകത്തൊക്കെ ഇതെല്ലാം കിട്ടും എന്നാണ് അദ്ദേഹം. അതുപോലെ പല പല സന്ദർഭങ്ങളിലും. അപ്പോൾ ഞാനൊരു ഉദാഹരണം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള കല്യാണ സൗകര്യത്തിലെ തന്നെ ഇവിടെ വ്യക്തമാക്കാം. കല്യാണ സൗകര്യത്തിൽ ഭീമൻ പൂവ് പറിക്കാനായിട്ട് പോകുമ്പോൾ അവിടെ കുബേരവാവിയിൽ ഇറങ്ങുമ്പോൾ അവിടെയുള്ള ചില ഭടന്മാർ അദ്ദേഹത്തെ തടയുന്നുണ്ട്.
തടഞ്ഞിട്ട് അവര് പറയുന്ന ചില അതിങ്ങനെയാണ് പറയുന്നത്. കാര്യക്കാരുണ്ട് മേനൊക്കിയച്ഛനുണ്ട്, ആര്യപ്പട്ടരച്ചന്മാർ പലരുണ്ട്, കോയിമ്മമാരുണ്ട്, അടുക്കളക്കാരുണ്ട്, നായന്മാരായുള്ള കമ്പടിക്കാരുണ്ട്, ഗന്ധക്കുഴൽക്കാർ 18 പുള്ളിയുണ്ട്, അന്തമില്ലിപ്പോൾ അളകാപുരിയിലെ കാര്യം പറയുന്നു. അവിടെ ആരൊക്കെ ഉണ്ടെന്നാണ്? കാര്യക്കാരുണ്ട്, മേനോക്കി അച്ഛനുണ്ട്. അന്ന് തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലെ ഓരോ തസ്തികളുടെ കാര്യം പറയുന്നത്. പക്ഷെ അത് കുബേരന്റെ അളകാപുരിയിലും ഉണ്ടെന്നാണ് പറയുന്നത്. പട്ടരച്ചന്മാരുണ്ട്, അടുക്കളക്കാരുണ്ട്, നായന്മാരുണ്ട്. ഓരോ ജാതിയെയും തിരഞ്ഞെടുത്ത് അദ്ദേഹം പരിഹസിച്ചിട്ടുണ്ട്. ഓരോന്നും പ്രത്യേകിച്ചു. നായന്മാർ, അതുപോലെ മാരായന്മാരെന്നാണ് മാരായന്മാരെ, അതുപോലെ പട്ടന്മാർ. കാലത്താണെങ്കിൽ അകത്താവുന്ന കേസുകളാണ് ജാതി പറഞ്ഞത്. പക്ഷേ അന്നത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ അത് വലിയ കുറ്റമായിട്ടാരും ഉണ്ടാവില്ല. എന്തായാലും ഓരോ ജാതി പറഞ്ഞ അദ്ദേഹം അവരെയൊക്കെ അദ്ദേഹം പൊരുത്തിയിട്ടുണ്ട്. നായന്മാരെയും പട്ടന്മാരെയും അതുപോലെ ഈ പറഞ്ഞ പല പല ഓരോരോ വ്യക്തികളെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇതിലെല്ലാം മുൻപ് നിൽക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ആർക്കും വായിച്ച് രസിക്കാവുന്ന സാഹിത്യം, കേരളീയത, ഹാസ്യം, ഈ പ്രത്യേകതകളെല്ലാം കൊണ്ട് ശ്രദ്ധേയമാണ് മലയാളത്തിലെ. പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ഒന്നും കൂടെ പറയാൻ എനിക്ക് സാധിച്ചില്ല. കാര്യം കുറേ സമയമായി, ഇത് 1 മണിക്കൂറുമായി ഇത് തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ചർച്ച ചെയ്ത് പോകാം എന്ന് വിചാരിക്കുന്നു. ഈ പ്രബന്ധം ഇവിടെ അവതരിപ്പിക്കുന്നതിൽ എനിക്ക് വേണ്ട അനുവാദം തന്ന എല്ലാ വ്യക്തികൾക്കും, പ്രത്യേകിച്ച് കോളേജിൻ്റെ പ്രിൻസിപ്പൽ, പ്രത്യക്ഷ ടീച്ചർ, മറ്റ് അധ്യാപകർ, ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഇനിയും ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ്. നന്ദി സാർ. തുള്ളൽ എന്ന് പറയുന്ന കലയെക്കുറിച്ച്, അതിന്റെ ജനകീയതയെക്കുറിച്ച്, സാഹിത്യത്തെക്കുറിച്ച്, കലയുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലകളെക്കുറിച്ചും ആധികാരികമായി അപഗ്രഥിച്ചുകൊണ്ടുള്ള സാറിന്റെ പ്രഭാഷണം ഏറെ വിജ്ഞാനപ്രദമായിരുന്നു. എല്ലാവർക്കും ഇത് പ്രയോജനപ്രദമായി കാണുമെന്ന് തന്നെ കരുതുന്നു. ഈ പ്രഭാഷണത്തെ പറ്റി ഇതിന്റെ ചാറ്റ് ബോക്സിൽ ചോദ്യങ്ങളേക്കാൾ കൂടുതൽ വന്നത് സാറിന്റെ മനോഹരമായിട്ടുള്ള അവതരണമായിരുന്നു, വിജ്ഞാനപ്രദമായിട്ടുള്ള ക്ലാസ് ആയിരുന്നു എന്നുള്ള കമന്റാണ് കമന്റ് ബോക്സിൽ കൂടുതലും വന്നിട്ടുള്ളത്. ചോദ്യങ്ങൾ കുറവാണ്. അത്രമാത്രം പ്രയോജനപ്രദമായിരുന്നു സാറിന്റെ ക്ലാസ് എന്നതിന്റെ തെളിവാണിത്. ഇതിൽ കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് സാറ്, പറയട്ടെ ചോദ്യങ്ങൾ? പറഞ്ഞോളൂ. സ്റ്റാലിൻ കെ ജോസഫ് ചോദിച്ചിരിക്കുന്നത്, ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം എന്ന വാക്യത്തിന്റെ കാലിക പ്രസക്തി ഒന്ന് വിശദീകരിക്കാമോ എന്നാണ്. അത് ഞാനവിടെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതെ, മാർത്താണ്ഡ രാജാവ് പണിയിച്ച വിളക്കുമാടത്തെ കുറിച്ചായിരുന്നു. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ കവികൾ വിസ്തരിച്ചെഴുതും. ഇപ്പൊ രാജാവിന്റെ പല്ലക്കിനെ കുറിച്ച് തന്നെ വിസ്തരിച്ചെഴുതിയിട്ടുള്ള പിന്നെ ശ്ലോകങ്ങളൊക്കെ സുലഭമാണ് തിരുവിതാംകൂർ അന്ന്. അപ്പോ ആ ഒരു കാലഘട്ടത്തിലെ രാജാവിനെ തൃപ്തിപ്പെടുത്തിയെങ്കിലേ ജീവിക്കാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് മിക്ക കവികളും അതിനെക്കുറിച്ച് നെടുങ്ങൽ ശ്ലോകങ്ങളൊക്കെ എഴുതി. പക്ഷെ നമ്പ്യാർ മാത്രം അതിന് വശപ്പെട്ടില്ല. അതവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഇതിന് പ്രസക്തി ഉണ്ട്. കാര്യം ഈ കാലഘട്ടത്തിലും അതായത് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിൽ അതായത് രാഷ്ട്രീയക്കാർക്കാണല്ലോ പ്രാധാന്യം. കവികളുമൊക്കെ ഓരോരോ ഗ്രൂപ്പാണല്ലോ ഇപ്പോൾ. അപ്പൊ അതാത് രാഷ്ട്രീയ നേതൃത്വത്തെ പൂഴ്ത്തുകയാണെങ്കിൽ അത് അതിന്റെ സ്ഥാനമാനങ്ങൾ പ്രയോജനങ്ങളൊക്കെ കിട്ടും. നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. ഇപ്പോൾ പിന്നെ യൂണിവേഴ്സിറ്റികളിലെ തന്നെ ഉന്നത സ്ഥാനലബ്ധിയാണെങ്കിലും കലാമണ്ഡലം പോലുള്ള അതൊക്കെ ആണെങ്കിൽ തന്നെ രാഷ്ട്രീയമായിട്ട് വളരെ ബന്ധമുണ്ട്. അധികാരസ്ഥാനം ഇന്നും സാഹിത്യകാരന്മാരെ നിയന്ത്രിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതാണ് സത്യം.
എന്തിനധികം നമ്മുടെ പറയുന്നത് ശരിയാണോ എന്നറിയില്ല, ഒരു വിവാദമായിട്ട് തീരരുത്. ശുംഭൻ എന്നുള്ള ഒരു പദപ്രയോഗം തന്നെ നമ്പ്യാരുടെ തന്നെ കേട്ടോ, അതിപ്പോ ഇവിടെ പ്രസക്തമുണ്ട്. ശുംഭൻ എന്നുള്ള ഒരു പദപ്രയോഗം വളരെ ഗോളിലൊക്കെ ഉണ്ടാക്കിയല്ലോ ഒരിക്കൽ, കോടതി വരെ പോയി. അപ്പൊ ശുംഭൻ എന്നുള്ള പ്രകാശം വരുത്തുന്നവൻ എന്നുള്ള ഒരു അർത്ഥം ഒരു അധ്യാപകൻ പറഞ്ഞു. പക്ഷെ അതല്ല യഥാർത്ഥ അർത്ഥം. അതെന്തോ പ്രേരിതമായിട്ട് അദ്ദേഹം പറഞ്ഞാണ്. ശുംഭൻ എന്നുള്ളതിന് പ്രകാശം വരുത്തുന്നുള്ള അർത്ഥമുണ്ട്, പക്ഷെ ആ അർത്ഥത്തിലല്ല അവിടെ പ്രയോഗം. അതിൽ ശുംഭൻ എന്നുള്ള പ്രയോഗം മലയാളത്തിൽ കൊണ്ടുവന്നത് നമ്പ്യാനാണ്. ശുംഭൻ എന്ന് വെച്ചാൽ വിഡ്ഢി എന്ന് തന്നെ അർത്ഥം. അതാണ്. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ ചോദ്യം പ്രസക്തമാണ്. ഇന്നും എഴുത്തുകാരെ രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ അധികാരം നിയന്ത്രിക്കുന്നു. അതുകൊണ്ട് നമുക്കും കിട്ടണം പണം. അതിനുവേണ്ടി തന്നെ ഈ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ചാബല്യങ്ങളെ പുകഴ്ത്തുന്ന എഴുത്തുകാരിന്നും ഉണ്ട്. രാഷ്ട്രീയം ഞാൻ പ്രത്യേകം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഏത് രാഷ്ട്രീയമാണെങ്കിലും അവർക്ക് സ്തുതി പാഠകന്മാരായിട്ട് കുറെ സാഹിത്യകാരന്മാരുണ്ടാവും. എങ്ങും തൊടാതെ നിൽക്കുന്നവർക്ക് യാതൊരു സ്ഥാനലബ്ധിയും ലഭിക്കുകയില്ല. അവര് അറിയപ്പെടാത്തവരായിട്ട് മാറുകയും ചെയ്യും. അല്ലെങ്കിൽ അതുപോലെ പിന്നെ വ്യക്തിത്വമുള്ളവരാണ്. വാഴിക്കോട്ടിനെ പോലെയോ ഒക്കെ നിർഭയരായിട്ടുള്ളവർ ആയിരിക്കണം. എല്ലാ സാഹിത്യകാരന്മാരും അങ്ങനെയല്ല, ഭയമുള്ളവർ തന്നെയാണ്. സാർ, ഒരു ചോദ്യം കൂടെ ഉണ്ട്. കുഞ്ചൻ നമ്പ്യാർ